ഇതിനുശേഷം നമ്മുടെ കരീപ്ര സഭയിൽ നിന്നുള്ള കോശി മാത്യു അച്ചായനും. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ, ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. ചെങ്ങമനാട് ശുശ്രൂഷിക്കുന്ന ജോർജ് വർഗീസ് പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും സ്നേഹബന്ധത്തിലാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ വിളിച്ച് പിതാവിൻ്റെ വേർപാടിൽ പറഞ്ഞിരുന്നു. ഇന്നലെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഇടയാക്കി, പ്രകൃതിയൊക്കെ അനുകൂലമാക്കി ദൈവം നൽകിത്തരേണ്ടതിനായി പ്രാർത്ഥിച്ചു. ഈ സമയവും ഞാൻ പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും കണ്ണുകളെ അടച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ എല്ലാം ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ദാസിമാർ തലേ മൂടുപടമിട്ട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം അങ്ങയുടെ മുമ്പാകെ തലകളെ വണക്കി പ്രാർത്ഥിക്കുന്നു. ഈ അപ്പച്ചൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെയും ദൈവീയ സമാധാനത്താൽ ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, 88 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നിത്യതയിൽ പ്രവേശിക്കുവാൻ പ്രിയ അപ്പച്ചന് ഭാഗ്യം ഒരുക്കിയതിനായി സ്തോത്രം. മക്കളെയും കുടുംബങ്ങളെയും കർത്താവെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഈ പ്രിയ പിതാവിനിടയാക്കി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളെയെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സർവാശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അവരെ ആശ്വസിപ്പിച്ച് പിന്നെയും ജയത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തിൻ്റെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ദൈവദാസനെയും കുടുംബത്തെയും ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്ന് കർത്താവെ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് അങ്ങ് സ്വത്രം അങ്ങയുടെ മക്കളെ ധൈര്യപ്പെടുത്തിയ കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ളതായ ശുശ്രൂഷകളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ പിന്നെയും സഹായിക്കേണ്ടതിനായി സ്തോത്രം ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. പ്രകൃതി അനുകൂലമാക്കി ദൈവം തന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രകൃതി കർത്താവ് അനുകൂലമാക്കി തന്ന് നല്ലൊരു സംസ്കാരം പിതാവിന് കൊടുക്കുവാൻ സർവശക്തന് ഇടയാക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കോശി മാത്യു അച്ചായൻ കരീപ്രയിൽ. കുണ്ടറ സെക്ഷൻ്റെ കമ്മിറ്റിയിലെ അംഗം കൂടെയായി സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഈ പിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയ കർത്തദാസന്മാർക്കും കൂടി വന്ന സഭാജനങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ വ്യക്തിപരമായും പ്രത്യേകാൽ ഈ സെക്ഷൻ്റെ കമ്മിറ്റി എന്നുള്ള നിലയിൽ പ്രതിനിധിയായും നിങ്ങളോടൊപ്പമായിരിക്കാൻ ഇപ്രകാരം അവസരം ലഭിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതികാലി പ്രിയ കർത്തദാസൻ പാസ്റ്റർ യോനാൻ പാസ്റ്ററുടെ ഉള്ള ബന്ധത്തിൽ എനിക്ക് അധികമായി താനുമായി ബന്ധപ്പെടുവാനും തൻ്റെ കുടുംബവുമായി ബന്ധപ്പെടുവാനും വിവിധ നിലവാരത്തിൽ ആത്മീയ വർധനയ്ക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്ക് സെക്ഷനായി ചെയ്യുവാനൊക്കെയും കർത്താവ് കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതായത് 2002
ആണ് ഈ കുണ്ട്ര സെക്ഷൻ രൂപീകൃതമായത്. അന്നു മുതൽ കർത്താവിൻ്റെ കർത്തദാസൻ യോഹന്നാൻ പാസ്റ്ററുടെ സാന്നിധ്യം, അതായത് ഈ സെക്ഷനും താൻ ഇരുന്ന ഇടങ്ങളിലൊക്കെയും അത് കർത്താവിൻ്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും ഉതകി എന്നുള്ളത് ഞാൻ വ്യക്തിപരമായും എൻ്റെ കുടുംബമായും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. ഇതിലേക്ക് താൻ തൻ്റെ ദൗത്യം ഒക്കെയും ഇപ്പോഴും താൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താൻ ശാരീരികമായ പ്രയാസത്തിലാണെങ്കിലും ഈ പിതാവിനെ ശുശ്രൂഷിപ്പാനും ഭവനത്തിലായിരിക്കാനും ഒക്കെയും പ്രിയ കർത്തദാസിനെ കുടുംബമായും സഹായിച്ചതിനെ ഓർത്ത നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം സെക്ഷൻ്റെ പ്രസ്പെക്ടറൊക്കെ ആയിരിക്കുമ്പോൾ അന്നും മിഷൻ ബോർഡിൻ്റെ ബന്ധത്തിലും സെക്ഷൻ കമ്മിറ്റിയുള്ള ബന്ധത്തിലും എനിക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചു. താൻ ഞങ്ങളെ ആത്മീകമായി വളർത്തുവാൻ, വേദികൾ ആയിരിക്കാനൊക്കെയും കർത്താവ് സഹായിച്ചിട്ടുണ്ട്. എല്ലാവിധത്തിലും ഇവിടെ ഈ പിതാവിൻ്റെ വേർപാടുള്ള ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയ കർത്തദാസനും കുടുംബത്തിനും മറ്റേ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യേകാൽ ഈ സെക്ഷനെ അഭിമുഖീകരിച്ച് ഞാനിവിടെ ആയിരിക്കുമ്പോൾ സെക്ഷനിലുള്ള എല്ലാ സഭാവിശ്വാസികളുടെയും അനുശോചനം അവരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ താണിരിക്കുന്നു. അനുവദിച്ചു തന്ന ഈ സമയത്തിന് പ്രിയ കർത്തദാസന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്നു വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും സമാധാനത്തിൽ കാക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ദൈവസ്നേഹിക്കുന്നു. സ്തോത്രം. സണ്ണി മാത്യു പാസ്റ്റർ. ദുഃഖത്തിലായിരിക്കുന്ന ഈ വാത്സല്യ ഭവനത്തിലുള്ള അംഗങ്ങളോട് ചേർന്ന് എനിക്കും ഈ പൊടിയച്ചായൻ്റെ വേർപാടിൽ ദുഃഖം പങ്കിടുകയാണ്. ഞാൻ 1985 തൊട്ട് 92 വരെയുള്ള സമയങ്ങളിലാണ് ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം അനുവദിച്ചു. ആ സമയത്ത് ഈ സഭയിൽ പ്രായമുള്ള അച്ചായന്മാര് പലരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അവസാനമായി ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പൊടിയച്ചായൻ. ഞങ്ങൾ കലൈപുരം പൊടിയച്ചായൻ എന്ന പേരിലാണ്. ഞാൻ അദ്ദേഹത്തെ കലൈപുരത്തെ അച്ചായനെന്നാണ് വിളിക്കുന്നത്, പേര് ചേർത്ത് വിളിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് ഇവർ താമസിക്കുന്നതിന് അല്പം കിഴക്കുള്ള ഒരു വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. അദ്ദേഹത്തെ പറ്റി എനിക്ക് ഓർക്കുമ്പോൾ പല കാര്യങ്ങൾ പറയാനുണ്ട്. അധിക സമയം ഞാൻ എടുക്കുകയില്ല. എന്നാൽ അദ്ദേഹം അന്ന് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. കൊപ്രായുടെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ കൂടെ കിട്ടുന്ന വീതങ്ങൾ, അതിൻ്റെ നല്ലൊരു ഭാഗം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ ദേവദാസൻ കൊടുക്കുമായിരുന്നു. ബേബിച്ചൻ അന്ന് ജോലിയുള്ള വ്യക്തിയാണ് ഭവനത്തിൽ. കർത്താവിൻ്റെ ദാസൻ പ്രിയ യോഹന്നാൻ പാസ്റ്റർ കർത്തൃ ശുശ്രൂഷയിലാണെന്ന്. എങ്കിലും ഈ പ്രിയപ്പെട്ടവരെ ഒക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായി ഈ കലവിരുത്തെ ഈ അച്ചായനെ പറ്റി പറയുന്നതിൽ ഞാൻ അതിനെപ്പറ്റായി പറയുകയല്ല. അദ്ദേഹം എല്ലാ യോഗങ്ങളിലും മുടങ്ങാതെ, മഴയാണെങ്കിൽ പോലും കുടയും ചൂടിക്കൊണ്ട് ദൂരെ, ഒരു 1/2 കിലോമീറ്റർ ദൂരെയാണെങ്കിലും അവിടെ നിന്ന് ഒരു യോഗം പോലും മുടക്കാതെ അദ്ദേഹം ഈ സഭാ ഹാളിലും കുടുംബങ്ങളിലുള്ള പ്രാർത്ഥനകളിലും സജീവമായി പങ്കുചേരുകയും ഈ സഭയ്ക്ക് ഒരനുഗ്രഹമായി ഇരുന്ന ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹം ഒരു സുവിശേഷകനോ മറ്റ് കാര്യങ്ങളിലൊന്നും തൽപരനായിരുന്നില്ല. എങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, മക്കളെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക, അത് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെയാണ് കർത്താവിൻ്റെ ദാസൻ യോഹന്നാൻ പാസ്റ്റർ കർത്തൃവേലയിലേക്ക് പോയത്. അദ്ദേഹത്തോടു കൂടെ ഞാനും ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നു. അതോടുള്ള ബന്ധത്തിൽ എനിക്കും വളരെ സന്തോഷമായിരുന്നു. ഈ സഭയിൽ വന്നപ്പോൾ ഈ കുടുംബത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ദൈവത്തെ ആരാധിക്കുന്നതിൽ. അവരുടെ മക്കളെല്ലാവരും, വിശേഷിച്ച്
ജോർജ് വർഗീസ് ഗ്രേസിയെ വിവാഹം ചെയ്തു. ആ സമയത്തൊക്കെ ഞാൻ ഈ സഭയുടെ ശുശ്രൂഷകനാണ്. ആമേൻ. ഇവരുടെ എല്ലാവിധമായ വിഷയങ്ങളിലും പങ്കുചേരുവാൻ ആ നാളുകളിൽ ദൈവം തമ്പുരാൻ എന്നെ സഹായിച്ചു. ഒരു കാര്യം എനിക്ക് വളരെ ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയുവാനുള്ളത്, കർത്താവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ എന്ന് ദൈവവചനത്തിൽ എല്ലാ മരണവീടുകളിലും പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. എന്നാൽ കർത്താവിൽ മരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിൽ ജീവിച്ച് വിശ്വസിച്ച് കർത്താവിൽ ആശ്രയിച്ച് ജീവിച്ച് മരിച്ച ഒരു ഭക്തനായ ദൈവദാസനാണ് ഈ പൊടിയച്ചായൻ. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹം ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഞാൻ ഈ കഴിഞ്ഞ ആ സമയത്ത് ഇവിടെ 1-2 മരണങ്ങളിൽ വന്നപ്പോൾ അദ്ദേഹത്തെ വന്ന് കണ്ട് വലിയ ഓർമ്മകളൊന്നുമില്ല എങ്കിലും അദ്ദേഹം ആ പഴയ കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി പ്ലാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയത്. ആ സമയത്ത് ഈ ദൈവദാസൻ ഈ പൊടിച്ചായൻ ചെയ്ത ഒരു കാര്യം, അടുത്ത ആഴ്ചയിൽ അദ്ദേഹം എന്നെ കാണുവാൻ വേണ്ടി പ്ലാപ്പള്ളിയിലേക്ക് വന്നു. എന്നാൽ അദ്ദേഹം വന്നു കയറിയത് തൃക്കണ്ണമംഗൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലാണ്. അന്ന് പാസ്റ്റർ ഈ മാമച്ചനാണ് അവിടെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം സങ്കീർത്തന വായനയ്ക്ക് വേണ്ടി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന ബോധത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ സണ്ണി പാസ്റ്ററുടെ സഭയിലല്ലല്ലോ വന്നത് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകളോട് വഴി ചോദിച്ച് 2 കിലോമീറ്റർ നടന്ന് സഭായോഗം ഏകദേശം അവസാനിക്കാറായ സമയത്ത് ഈ പൊടിയച്ചായൻ അന്ന് അവിടെ കയറി വന്നത് എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ദൈവദാസന്മാരെ സ്നേഹിക്കുകയും ദൈവവേലയെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കർത്തൃദാസൻ. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അനുശോചനകളും ഈ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസങ്ങളും ഞങ്ങൾ അർപ്പിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ അർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. സർവകൃപാലുവായ ദൈവത്തിൻ്റെ ആശ്വാസങ്ങൾ കൊണ്ട് നമ്മളും കർത്താവിൽ ജീവിച്ച് മരിക്കുന്ന വ്രതന്മാരായി മാറുവാൻ ഇടവരുത്തട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുക. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ഈ സഭയുടെ പ്രതിനിധിയായി സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ തോമസ് ചായൻ മുൻപോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തോട് അനുബന്ധിച്ച് ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഭാംഗങ്ങൾക്കും സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തോടനുബന്ധിച്ച് ഈ പ്രിയ പിതാവും എൻ്റെ പിതാവും ആങ്ങളെയും പെങ്ങളെയുടെയും മക്കളാണ്. പിതാവ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വിശ്വാസത്തിലേക്ക് സധൈര്യം ഇറങ്ങിത്തിരിച്ച ഒരു പിതാവാണ്. പിതാവ് ജീവിച്ചിരുന്ന കാലത്ത് ഈ ദേശത്ത് മാന്യതയോടും വിശ്വാസത്തോടും കൂടി പൊരുതി ജീവിച്ച ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ദൈവദാസന്മാരിലൂടെയും ഈ പിതാവിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ കൂടുതലായി ഞാനൊന്നും സമയക്കുറവ് കൊണ്ട് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. വിട്ടുപിരിഞ്ഞവരെ ഒരു നാൾ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശ നമ്മളുടെ ജീവിതത്തിലുണ്ട്. പ്രിയ പിതാവ് ആയിരുന്നപ്പോൾ തൻ്റെ മക്കളെയും കൊച്ചുമക്കളുടെയുമൊക്കെ ജീവിതത്തിൽ അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുകയും അവരുടെ ശുശ്രൂഷകൾ കണ്ട് സന്തോഷിക്കുകയും ചെയ്ത ഒരു പിതാവാണ്. പിതാവിൻ്റെ
മാതൃക നമ്മളുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി നമ്മൾ പിൻപറ്റേണ്ടതാണ്. ഈ പിതാവിൻ്റെ ദേവവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഭാംഗങ്ങൾക്കും എൻ്റെ സഭയുടെ AG ചർച്ച് മുഖത്തലയുടെ അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അനുശോചനത്തിൽ നിന്നും ഞാൻ വിരമിക്കുന്നു. തുടർന്ന് സഭയിലുള്ള സൺഡേ സ്കൂളിൻ്റെയും CAയുടെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പാസ്റ്റർ ജോൺ വി ലാൽ. പ്രൈസ് വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ, വിശിഷ്യാൽ ശുശ്രൂഷ നിർവഹിക്കാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ഡിസ്ട്രിക്ട് സൂപ്രണ്ട് TJ ശ്യാമൾ സാർ, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പിതാവിൻ്റെ ദയാവിയോഗത്തുള്ള ബന്ധത്തിലാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. മുഖത്തല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആദ്യകാല പിതാക്കന്മാരിൽ ഒരാളാണ് പ്രിയ പൊടിയച്ചായൻ. നിങ്ങളുടെ യൗവനപ്രായം മുതൽ ചെറുപ്രായം മുതൽ ഇവരുടെയൊക്കെ വിശ്വാസ ജീവിതവും പ്രാർത്ഥനയും ഒക്കെ കണ്ടു വളരുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയ പിതാവ് എപ്പോഴും ഒരു മാതൃകാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് പലപ്പോഴും പ്രിയ പിതാവിനെ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. താൻ ഈ സഭയ്ക്ക് ഒരു നല്ല സാക്ഷ്യം വഹിച്ച ഒരു പ്രിയാപ്പച്ചനാണ്. താൻ കഴിവതും ഒരു സഭായവും പോലും മുടക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയല്ല. വന്നു കഴിഞ്ഞാൽ സാക്ഷ്യം പറയാതെ പോകുന്ന വ്യക്തിയല്ല. സാക്ഷ്യം പറഞ്ഞാൽ സാക്ഷ്യത്തോടുകൂടെ ഒരു പ്രബോധനവും പറയാതെ ഇരിക്കുകയില്ല. അത് ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ മുന്നോട്ട് പോകും. ദൈവദാസന്മാർ സ്തോത്രമൊക്കെ പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇരിക്കാൻ ഇടയായി തീർന്നത്. കാരണം അത്രമാത്രം ദൈവവചനത്തെ താൻ ആഴമായി സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രിയ പിതാവ് നഷ്ടപ്പെടുന്നതിൽ സഭയ്ക്ക് ദുഃഖമുണ്ട്. തന്നെയുമല്ല, തൻ്റെ മാതൃക പിൻപറ്റുവാൻ, നല്ല മാതൃകകളെ പിൻപറ്റുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിൻ്റെ തലമുറയിൽ പെട്ട പ്രിയ പിതാവിൻ്റെ മക്കൾ, അവരും ഈ സഭയ്ക്ക് ഇവിടുത്തെ യൂത്ത് മീറ്റിങ്ങിന് സൺഡേ സ്കൂളിനൊക്കെ വളരെ സുദീർഘമായ സേവനം ചെയ്തിട്ടുണ്ട്. പ്രിയ ഗ്രേസ് മാമ, കുഞ്ഞോള മാമ, ഇവരൊക്കെ സൺഡേ സ്കൂൾ CA ഒക്കെ വളരെ ചുമതലകൾ വഹിച്ച വ്യക്തികളാണ്. അങ്ങനെ ദൈവനാമത്തിന് വേണ്ടി അനുഗ്രഹത്തോടെ ശുഷ്കാന്തിയോടെ നിലകൊള്ളുന്ന കൊണ്ടായി കുടുംബവും പിതാവും ഈ സഭയ്ക്ക് ഒരനുഗ്രഹമായിരുന്നു. പ്രിയ പിതാവിൻ്റെ വേർപാട് ഞങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ഒറ്റ കാര്യമുണ്ട്. കല്ലറയ്ക്കപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് കാണിച്ചെന്ന യേശുവിനെ താൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. ആ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അത് ജീവിതത്തിൽ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൽ ക്രിസ്തുവിൽ മരിപ്പാൻ പ്രിയ പിതാവിനിടയായിത്തീർന്നുവെങ്കിൽ സഭയായി ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ പൊൻപുലരിയിൽ വീണ്ടും ഒന്നിച്ച് കണ്ട് സന്തോഷിപ്പാൻ ഇടയായിത്തീരുന്നുള്ള വലിയ പ്രത്യാശയോടെ പ്രിയ പിതാവിനെ ഞങ്ങൾ യാത്ര അയക്കുന്നു. മുഖത്തല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ സൺഡേ സ്കൂളിൻ്റെയും CAയുടെയും നാമത്തിലുള്ള അഗാധമായ ദുഃഖവും ഒപ്പം പ്രത്യാശയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസരം തന്ന ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന്
ചാർലി പാസ്റ്റർ. ദൈവത്തിൻ്റെ മഹത്വം. വേദിയിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്കും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ ജനത്തിനും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദീർഘനാളുകളായി കർത്താവിൻ്റെ സന്നദ്ധയിൽ താൻ പ്രത്യാശ വയ്ക്കുകയും ക്രിസ്തീയ ജീവിതത്തിൽ അനുബന്ധമായി കർത്താവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ ദൈവസന്നദ്ധിയിലെ കാലത്തും ജീവിക്കുകയും ചെയ്ത പ്രിയ പിതാവ് താൻ പ്രിയം വെച്ച ദൈവസന്നദ്ധിയിലേക്ക് ചേർക്കപ്പെട്ടു. താൻ ഈ ഭൂമിയിൽ ചെയ്യാവുന്ന കർത്തൃവേല സംബന്ധമായി ദൈവനാമമഹത്വമായി തൻ്റെ തലമുറകളെ ദൈവസന്നദ്ധിയിൽ കർത്താവിൻ്റെ വേലയ്ക്കു വേണ്ടി എക്കാലത്തും ഉത്സാഹിപ്പിക്കുകയും തദനന്തരമായി കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ഉത്സാഹം ഏവരിലും പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയത്ത് ഈ വാത്സല്യ ഭവനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് സംബന്ധിച്ചിരുന്നു. അന്ന് പ്രിയ പിതാവിൻ്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. കാണുന്നത് പോലെ ഇപ്പോൾ കിട്ടുന്ന ബഹുമാനത്തോടെ ഈ വേല ചെയ്യാൻ പറ്റില്ല. ദുഃഖവും കഷ്ടവും നിന്ദയും ആക്ഷേപവും ഒക്കെ വരുമ്പോഴും പിടിച്ചു നിൽക്കുമെങ്കിൽ ഈ വേലയ്ക്ക് നല്ല പ്രതിഫലം വാങ്ങാൻ കഴിയും എന്ന തൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. ദൈവസന്നിധിയിൽ താൻ പ്രിയം വെച്ചിരുന്ന ആ ദൈവസന്നിധിയെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി താൻ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ തനിക്ക് ദാനമായി കൊടുത്ത മക്കളെയും കൊച്ചുമക്കളെയും കർത്തൃവേലയ്ക്ക് വേണ്ടി ഉത്സാഹിപ്പിക്കുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ ദൗത്യമായിരുന്നു. താൻ ആ ദൈവത്തിൻ്റെ ദാസന്മാർ ശുശ്രൂഷിക്കുന്ന സഭകളിൽ സന്ദർശിക്കുക മാത്രമല്ല, കൂടാതെ ആ സഭയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു രീതി തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. കർത്താവ് തന്നെ കാക്കട്ടെ. പ്രിയ യോനാച്ചൻ പാസ്റ്റർ കഴിഞ്ഞ ചില വർഷങ്ങൾ 3 വർഷം പത്തനാപുരം സെക്ഷനിൽ ചാച്ചുപ്പുനയിൽ ശുശ്രൂഷിച്ചു. ആ സഭയ്ക്ക് തൻ്റെ ശുശ്രൂഷ കാലയളവ് മറ്റെല്ലാറ്റേക്കാളും വളരെ ഉപരിയായി ധന്യമായിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തന്നെയും തൻ്റെ കുടുംബത്തെയും വിശേഷാൽ തൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പത്തനാപുരം സെക്ഷനിലുള്ള എല്ലാ ദൈവസഭകളുടെയും കർത്തൃദാസന്മാരുടെയും സ്നേഹവും പ്രത്യാശയും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഈ കുടുംബത്തിലെ കൊച്ചുമക്കളെയും അവരുടെ കുടുംബങ്ങളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷൈദു തങ്കച്ചൻ അദ്ദേഹം വരുമ്പോഴേക്ക് ഈ കുടുംബത്തിലെ മരുമക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാസ്റ്റർ ജോർജ് വർഗീസ് പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃദാസൻ, വിശേഷാൽ ഈ പ്രധാന ശുശ്രൂഷ നിർവഹിപ്പാൻ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ശമൽ സാർ, മറ്റ് ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ ഈ ഭവനത്തിൽ പ്രിയ അപ്പച്ചൻ്റെ ഇളയ മകൾ ഗ്രേസമ്മയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഭവനവുമായി ബന്ധപ്പെടുവാൻ ദൈവം കൃപ നൽകി. പിതാവിനെക്കുറിച്ച് അനേക നല്ല കാര്യങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ ചുരുക്കുന്ന 1-2 വാക്കുകൾ മാത്രം പ്രസ്താവിപ്പാൻ ഞാൻ താല്പര്യപ്പെടുന്നു. എപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ, എപ്പോൾ അപ്പച്ചൻ വീട്ടിലുണ്ടോ ആ സമയമെല്ലാം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏത് സമയത്ത് വന്നാലും. മാത്രമല്ല, എപ്പോൾ ഏത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാലും വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. മാത്രമല്ല, മറ്റൊന്ന്, വേറെ കാര്യങ്ങളൊന്നും അധികം സംസാരിക്കത്തില്ല, വചനത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വരുമ്പോൾ രാത്രിയിൽ ഒന്ന് വിശ്രമിക്കുവാൻ അവസരമുണ്ടായാൽ രാത്രി മുഴുവനും ഉറങ്ങാൻ പറ്റത്തില്ല. ഒരു നല്ല രാത്രി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ശബ്ദത്തിലെ പ്രാർത്ഥനയും അതിനോടൊപ്പം ചേർന്ന് ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് പോരാടി ശത്രുവിനോട് എതിർത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. ദീർഘസമയം
ഉറങ്ങാതെ കിടക്കേണ്ട അവസ്ഥ. ഞാൻ പറഞ്ഞത്, രാത്രിയിൽ നല്ലൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശക്തമായി ഉറച്ച്, മറ്റുള്ളവർ പുറത്ത് കേൾക്കുമോ എന്നുള്ളതല്ല, ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരനുഭവം. അങ്ങനെ നല്ല മാതൃക കാട്ടിത്തന്ന് വളരെ സൗമ്യമായി, ശാന്തമായി ആത്മീയ കാര്യങ്ങൾ മാത്രം ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പിതാവ് നിത്യതയിലേക്ക് പ്രവേശിപ്പാനിടയായി തീർന്നല്ലോ. സുഖമില്ലാതിരുന്ന അവസരങ്ങളിലൊക്കെ പ്രത്യേകം വളരെ ആഗ്രഹം, ഞങ്ങൾ കടന്നു വന്ന് ഞാൻ പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം പല സന്ദർഭങ്ങളിലും പറയുവാൻ തക്കവണ്ണമിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെ ആത്മാർത്ഥമായി എന്നെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശേഷാൽ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഒരു നഷ്ടമാണ് പ്രാർത്ഥനാ മനുഷ്യൻ. തലമുറകൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി വളരെ ശക്തമായി ദീർഘസമയം ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്ന, ഈ സുഖമില്ലാതിരുന്ന അവസരങ്ങളിലും പാട്ടുപാടി ഇമ്പകരമായ പാട്ട് തൻ്റെ മുഴുവൻ ശബ്ദവും ഉപയോഗിച്ച് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് ഞങ്ങൾക്ക് ഒരു ആശ്വാസമായിരുന്നു. ആ പ്രാർത്ഥനാ മനുഷ്യൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എങ്കിലും ഇപ്പോൾ കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നല്ലോ. ദൈവം ഞങ്ങൾക്ക് തന്ന പിതാവിനായിട്ട് സ്തോത്രം, മാതാവിനായിട്ട് സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ ജ്യേഷ്ഠൻ പാസ്റ്റർ രാജൻ തോമസ് ഡൽഹിയിലായിരിക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് വന്ന് സംബന്ധിപ്പാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പ്രിയ ബേബി അളിയൻ്റെ വൈഫ് ലാലിമാമയ്ക്കും വന്ന് സംബന്ധിപ്പാൻ കഴിയുന്നില്ല. അവരുടെയും ദുഃഖം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം. പ്രിയ പിതാവിൻ്റെ ഏറ്റവും മൂത്ത മകളെയാണ് ഞാൻ വിവാഹം ചെയ്തിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ആ കാലം മുതൽ വത്സല കുടുംബവുമായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുവാൻ കർത്താവ് കൃപ ചെയ്ത് ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാൻ പ്രിയ പിതാവിനെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവ് കൊടുത്ത ആയുസ്സിൽ ഈ ഭൂമിയിൽ ജീവിച്ച് മാതൃകാ ജീവിതം നയിപ്പാൻ സഭയിലും കുടുംബത്തിലും പ്രിയ പിതാവിന് കൊടുത്ത നല്ല വസ്ത്രങ്ങളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പലപ്പോഴും നല്ല പ്രാർത്ഥനാ മനുഷ്യനായി ആരാധിക്കുന്ന, വളരെ ദൈവകൃപയുള്ള ഒരു ഭക്തനായിട്ടാണ് എനിക്ക് പ്രിയ പിതാവിനെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭവനത്തിൽ വരുമ്പോഴൊക്കെയും ശാരീരിക ബലഹീനതയുണ്ടെങ്കിലും സഹകരിക്കുവാനും സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. കർത്താവിൻ്റെ എല്ലാ കൃപകളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഭവനത്തിലുള്ള എല്ലാ കൊച്ചുമക്കളുടെയും അവരുടെ മരുമക്കളുടെയും പേരിലുള്ള എല്ലാ പ്രത്യാശയുടെ വാക്കുകളും ഈ തരുണത്തിൽ അറിയിക്കുന്നു. കൂടാതെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ പ്രത്യാശയുടെ വാക്കുകളും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ പിതാവിൻ്റെ മാതൃക പിന്തുടരുവാൻ എല്ലാവർക്കും കർത്താവ് കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ചു തന്ന കുടുംബാംഗങ്ങൾക്കും മറ്റും എല്ലാം നന്ദി പറയുന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസി കുഞ്ഞുമോൾ രാജൻ, പാസ്റ്റർ രാജൻ തോമസ് അവരുടെ കുടുംബമായി ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. ഈ അപ്പച്ചൻ്റെ മകളുടെ കൂടെയാണ്. മുൻപോട്ട് വന്ന ചില വാക്കുകൾ ദൈവനാമത്തിന് മഹത്വം. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട എൻ്റെ പിതാവിൻ്റെ ദേഹവിയോഗത്തിനുള്ള ബന്ധത്തിൽ ഇവിടെ അരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ശേഷം എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മാതാവിൻ്റെയും മക്കളിൽ 5ാമത്തെ മകളായി ഈ ഭൂമിയിൽ ജനിപ്പാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്തു. എൻ്റെ പിതാവിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതിന് മുൻപായിട്ട് ഡൽഹിയിലുള്ള ഞങ്ങളുടെ സഭയുടെ അനുശോചനവും എൻ്റെ പ്രിയ കുടുംബത്തിൻ്റെ അനുശോചനവും അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ദൈവദാസന്മാരുടെയും അനുശോചനം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഞാൻ അറിയിച്ചുകൊള്ളുകയാണ്. എൻ്റെ പ്രിയ പിതാവിനെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ പ്രിയ പിതാവിനും മാതാവിനും 6 മക്കൾ
ദൈവം അവർക്ക് ദാനമായി കൊടുത്തു. എൻ്റെ പിതാവ് 1961 കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനും ചില പ്രത്യേക രോഗശാന്തിയുള്ള ബന്ധത്തിൽ എൻ്റെ പിതാവ് സൗഖ്യം പ്രാപിച്ചതിന് അതിൻ്റേതായ രീതിയിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ അധികം വിശ്വസിപ്പാനും സ്നാനപ്പെടുവാനും 1962 സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. അതിനുശേഷം ജനിച്ച ഞങ്ങൾ 3 പെൺപിള്ളേരും പെൺകുഞ്ഞുങ്ങളും ഞങ്ങൾ ഈ വിശ്വാസത്തിൽ ജനിക്കുവാനും അതനുസരിച്ച് വളർന്നു വരുവാനും ദൈവം സഹായിച്ചു. പത്യോപദേശത്തിൽ വളർത്തുവാൻ എൻ്റെ മാതാപിതാക്കളെ ദൈവം സഹായിച്ചു. എനിക്ക് മുൻപോട്ടുള്ള എൻ്റെ സഹോദരങ്ങളുടെ കാര്യങ്ങൾ വളരെയധികം എനിക്ക് അറിയത്തില്ലെങ്കിലും എൻ്റെ അനിയത്തിയുടെയും ഒക്കെ അവസ്ഥ ഞങ്ങൾ പറയുകയാണെങ്കിൽ, ഞങ്ങൾ സംസാരിപ്പാൻ പ്രായമായ സമയം മുതൽ ഞങ്ങൾ സൺഡേ സ്കൂളിനെ ഈ സഭയിലേക്ക് വിടുകയും അന്നുള്ള ദേവദാസൻ പാസ്റ്റർ കെ ജോസഫിൻ്റെ ശിക്ഷണത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾക്ക് വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അനേക ദൈവദാസന്മാർ വന്ന് ഞങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുകയും ഞങ്ങളെ നല്ല ശിക്ഷണം തരികയും ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ, സത്യ ഉപദേശത്തിൽ മായമില്ലാത്ത വചനം പറഞ്ഞു തന്ന് ഞങ്ങളെ ശിക്ഷ തന്നു. ഞങ്ങളെ ഇതുവരെയും കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ പിതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ വളരെ പത്യോപദേശത്തിൽ വളർത്തുകയും ആത്മീയത്തിൽ ഏറ്റവും മുൻതൂക്കം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വളരെയധികം മുന്നോട്ട് പറഞ്ഞു വിടുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ ബൈബിൾ വായിക്കാൻ പ്രായമായ സമയം മുതൽ ഞങ്ങൾ കർശനമായിരുന്നു. രാത്രിയിൽ സന്ധ്യയാകുമ്പോൾ തന്നെ നിങ്ങൾ കുടുംബ പ്രാർത്ഥന എല്ലാവരും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കണം. അതിനു മുൻപേ വായിക്കാൻ പ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബൈബിൾ വായിപ്പിക്കുകയും അപ്പച്ചന് തന്നെ ഞങ്ങൾക്ക് വചനങ്ങൾ മുൻപേ ദേവദാസന്മാർ പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചും ദാനിയേലിൻ്റെ പ്രവചനത്തിലുള്ള വെളിപ്പാടിനുള്ള ബന്ധത്തിൽ ഉള്ള വചനങ്ങൾ ഏറ്റവും അധികം കൂടുതലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ആ വചനങ്ങളാണ്. പ്രത്യാശയിൽ വളരുവാൻ ഞങ്ങളെ സഹായിച്ചത് എൻ്റെ പിതാവാണ്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുൻപേ നമ്മുടെ വീട്ടിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശിക്ഷണം ലഭിക്കുന്നത്. അത് തന്നെ ആത്മീയത്തിൽ ഏറ്റവും വളരെയധികം ശിക്ഷണം ലഭിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ആ സമയത്ത് തന്നെ ചെയ്തില്ലെങ്കിൽ ആഹാരം ഞങ്ങൾക്ക് ലഭിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച ആൺകുഞ്ഞുങ്ങൾ മൂത്ത എൻ്റെ സഹോദരനെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തപ്പോൾ അനേകർ തന്നോട് ചോദിച്ചു, അച്ഛൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ? ആ മൂത്ത മകൻ അച്ഛനൊരു സഹായം ആവത്തില്ലായിരുന്നു, എന്തിനാ കർത്താവിൻ്റെ വേലയ്ക്ക് വിട്ടേ? എൻ്റെ അപ്പച്ചൻ പറയുമായിരുന്നു, എനിക്ക് മൂത്ത ദൈവം തന്ന പൈതലാണ്, ഞാൻ അവനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ എൻ്റെ കാര്യമെല്ലാം എൻ്റെ ദൈവം നോക്കിക്കോളും. അതുപോലെ തൻ്റെ വിശ്വാസം അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളത് എൻ്റെ രണ്ടാമത്തെ സഹോദരന് ചെറുപ്രായത്തിൽ തന്നെ നല്ലൊരു ജോലി ലഭിക്കാനും ഭാരം കൂടാതെ ഞങ്ങൾ വളർത്തിയെടുക്കുവാനും ദൈവമായ കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ രണ്ടുപേരെയും, എൻ്റെ അപ്പച്ചന് ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് കഴിഞ്ഞ് വളരെ തളർന്ന അവസ്ഥയിലായിരിക്കും കടന്നു വരുന്നത്. ഞങ്ങൾ ഒരുങ്ങി നിൽക്കും, അപ്പച്ച പ്രാർത്ഥനയ്ക്ക് പോകണം, എല്ലാ പ്രാർത്ഥനകൾക്കും കടന്നു പോകാൻ ഞങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോൾ അപ്പച്ച ക്ഷീണിതനാണെങ്കിലും ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പം ഞങ്ങളുടെ മുഖം കണ്ടിട്ട് ഞങ്ങളെ നിരാശപ്പെടുത്താതെ അപ്പച്ചൻ വേഗം കുളിച്ച് ഒരുങ്ങി വന്ന് ഞങ്ങൾ വളരെയധികം ദൂരത്തിൽ ഞങ്ങളെയും കൊണ്ട് പ്രാർത്ഥനയ്ക്ക് കടന്നു പോവുകയും ആ പത്യോപദേശത്തിൽ വളർന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു. എൻ്റെ അപ്പച്ചനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രിയാമങ്ങൾ വളരെയധികം ഉറക്കമില്ല, പ്രാർത്ഥനയോടെ ആയിരുന്നു. അതുപോലെ തന്നെ പകൽ സമയം കിട്ടുന്ന സമയം വചനത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുതന്നെയുമല്ല, താൻ സൗഖ്യമില്ലാതെ കിടന്ന സമയം മൊത്തം വചനം വായിച്ചും ധ്യാനിച്ചും അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നും ഇതുവരെ ജീവിക്കാൻ ദൈവം സഹായിച്ചു. എൻ്റെ അപ്പച്ചന് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളുടെ മക്കളെല്ലാം
പ്രാർത്ഥനാ ജീവിതത്തിൽ വളർന്നു വരാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം മാന്യമായ വിദ്യാഭ്യാസം തന്നു. എനിക്ക് ഒരു ഉയർന്ന വിദ്യാഭ്യാസം തന്നപ്പോൾ എൻ്റെ അപ്പച്ചന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ജോലി ചെയ്യാൻ. എന്നോട് പറഞ്ഞു, നീ ജോലി ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വേലയും കൂടെ ചെയ്യണമെന്ന്. എൻ്റെ അപ്പച്ചൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ജോലി വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ കൊച്ചുമക്കളെയും കർത്താവിൻ്റെ വേലയിൽ കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ അപ്പച്ചൻ വളരെയധികം സന്തോഷത്തോടെ കടന്നുപോയെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കാണാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഞാൻ 10-ാം തീയതി കടന്നു വരുന്ന ഒരുങ്ങിയ ദിവസമാണ് എൻ്റെ അപ്പച്ചൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ സുഖമില്ലാതിരുന്ന സമയത്ത് 1 മാസം വന്ന് ശുശ്രൂഷിക്കാനും എൻ്റെ അപ്പച്ചൻ വളരെ സന്തോഷത്തോടെ എന്നെ പറഞ്ഞു വിടുവാനും ഇടയായി. രണ്ടാമത് എനിക്ക് കാണുവാൻ സാധിച്ചില്ലെങ്കിൽ എനിക്ക് വളരെ പ്രത്യാശ ഉണ്ട്. എൻ്റെ അപ്പച്ചനെ ഒരു സ്വർഗത്തിൽ ചെന്ന് കാണുവാൻ ദൈവം എന്നെ സഹായിക്കും. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അതിനായി ഒരുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയും അതുപോലെ തന്നെ വളരെ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കുന്നു. ഇനിയും തുടർന്നുള്ള ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. എൻ്റെ അമ്മയെ സഹായിക്കേണ്ടതിനായി ആമേൻ. ഇത്രത്തോളം എനിക്ക് സമയം അനുവദിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്ന് അപ്പച്ചൻ്റെ മകൻ ബേബിച്ചായൻ. ദൈവനാമത്തിന് മഹത്വം. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ പ്രിയ പിതാവിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ വന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ, ബന്ധുമിത്രാദികൾ, മറ്റുള്ളവർ അവരെ ആദ്യമായി വന്ദനം ചൊല്ലുന്നു. ഞങ്ങളുടെ പിതാവ് കാണിച്ച മാതൃകയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വലുത്. ഞങ്ങളുടെ പിതാവാണെങ്കിൽ പിതാവ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ദേശത്തുള്ളവർ പറയുന്നത് പറയുന്നതല്ല, എൻ്റെ അനുഭവമാണ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. ദിവസം 3 പ്രാവശ്യം എങ്കിലും ആ സിറ്റൗട്ടിൽ നിന്ന് വചനം വായിക്കുന്നത് ഒരു പതിവാക്കിയിരിക്കുന്ന ഒരു പിതാവ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അത്രയും മാതൃകയാക്കി കഴിഞ്ഞിട്ടില്ല എങ്കിലും അത് ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാകുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ കാരണങ്ങളും എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെ താങ്ങായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളുടെ പിതാവ് വളരെ കഷ്ടപ്പെട്ടു. പിതാവും മാതാവും വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി. ഈ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾക്ക് ഈ പത്യോപദേശത്തിൽ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് വരുവാൻ സഹായിച്ചു. ദൈവം ഞങ്ങളെ സഹായിച്ചു. അത് ആ മാതൃക തന്നെ ഞങ്ങൾക്ക് 6 മക്കൾക്കും പിന്തുടരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാൻ ഡാളസിൽ നിന്ന് ഇവിടുന്ന് കടന്നു വന്നപ്പോൾ പിതാവിന് തീരെ സുഖമില്ലായിരുന്നു. 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ട് പോകേണ്ടി വന്നു. എന്നിട്ട് കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് മടങ്ങിപ്പോകണമായിരുന്നു. ബുധനാഴ്ച രാത്രി മടങ്ങിപ്പോകണമായിരുന്നു. എന്നാൽ ബുധനാഴ്ച പകൽ 9 മണി കഴിയെ എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്ന് താൻ പ്രിയം വെച്ച തൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. അത് എനിക്കും ഒരു അനുഗ്രഹമായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒന്നുകൂടി ഉടനെ ഒന്ന് കാണുവാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അത് എന്നെ ഏറ്റവും സ്നേഹിച്ചൊരു പിതാവാണെന്ന് ആയിരുന്നു എന്ന് എന്നെയല്ല, ഞങ്ങളെ മക്കളെയല്ല, എന്നാലും എന്നോടായിരുന്നു കൂടുതൽ സ്നേഹമെന്ന് ഇവരൊക്കെ പറയുന്നു. എന്നാലും എനിക്കതറിയത്തില്ല. എനിക്കത് അതേപോലെ എൻ്റെ പിതാവിനോട് വലിയ സ്നേഹമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അപ്പച്ചൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫിലും മെറ്റീരിയൽ ലൈഫിലും ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും വളരെ മാതൃക കാണിച്ച ഒരു ദൈവദാസനാണ് എന്ന് എനിക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അത് ഞങ്ങൾക്കും അത് മാതൃകയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ ചില വാക്കുകൾ കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയിലായിട്ട് ഏകദേശം 1.5 വർഷത്തോളം ആകുന്നു. പ്രിയ പിതാവിനെക്കുറിച്ചുള്ള നല്ല അനുഗ്രഹിക്കപ്പെട്ട ഓർമ്മകൾ നമുക്ക് ലഭിക്കാനിടയായി തീർന്നു. ഈ സഭയുടെ പ്രാരംഭ കാലഘട്ടങ്ങളിൽ
ഈ ദേശത്തെ ചില കുടുംബങ്ങളിലെ ചില സഹോദരിമാർക്ക് ദൈവം നൽകിയ ദർശനങ്ങളും വെളിപ്പാടുകളും അവർ ഏറ്റെടുത്ത് മുൻപോട്ട് വരുവാൻ ഇടയായിത്തീരുകയും അതിനോടനുബന്ധിച്ച് അപൂർവമായ ചില കുടുംബങ്ങൾ പ്രാരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നതിൽ ഒരു കുടുംബമാണ് കലേപുരത്ത് വീട് ഷാരോൺ വില്ല എന്ന് പറയുന്ന ഭവനം. ആ ഭവനത്തിൽ പ്രിയ പിതാവ്, മാതാവ്, ദാനം കൊടുത്ത മക്കൾ 6 പേരും ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ആയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തി ഇല്ല. വളരെ സൗമ്യതയോടെ, വിനയത്തോടെ, സ്നേഹത്തോടെ, ആത്മാർത്ഥതയോടെ കർത്താവിനെ സേവിച്ചു വരുന്നതിൽ ആ കുടുംബത്തിന് വാത്സല്യ പിതാവ് നേതൃത്വം കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഞാൻ വന്ന അതിന് മുൻകാലങ്ങളിലൊക്കെ വളരെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകനായി നിന്നു എങ്കിലും ഞാൻ വന്ന ഈ കാലഘട്ടങ്ങളിൽ ശാരീരികമായി വളരെ ക്ഷീണിതനായി വാർദ്ധക്യത്തിൻ്റെ പ്രായാധിക്യത്തിൽ അപൂർവമായി ആരാധനകളിലൊക്കെ വന്ന് സംബന്ധിച്ച് ബാക്കിയുള്ള സമയങ്ങളിൽ ഭവനങ്ങളിൽ വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമായിരുന്നു വാത്സല്യ പിതാവിൽ കാണുവാനായിട്ട് കഴിഞ്ഞിരുന്നത്. എങ്കിലും പ്രാർത്ഥനയിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്ന ഒരു പിതാവാണ്. എപ്പോൾ കടന്നു വന്നാലും ആര് കടന്നു ചെന്നാലും അപ്പച്ചൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കണം, അതൊരു നിർബന്ധമാണ്. ആമേൻ. അപ്പച്ചൻ കിടക്കുന്ന റൂമിൽ പ്രത്യേകിച്ച് ഈ അവസാന ചില നാളുകളിൽ ശാരീരികമായി തീരെ ബലഹീനനായി ക്ഷീണിതനായി ആമേൻ ആയിരുന്ന അവസരങ്ങളിൽ ഒക്കെയും ഇവിടെയുള്ള സഭയുടെ ദൈവജനത്തിൻ്റെ സന്ദർശനവും പ്രാർത്ഥനയും ഒക്കെ ആ കുടുംബത്തിന് ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ ആരംഭകാലഘട്ടങ്ങളിൽ പ്രതികൂലം നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രിയ പിതാവിന് ലഭിച്ച ആത്മീയ വെളിച്ചം ഏറ്റുപിടിച്ച് ഇറങ്ങിത്തിരിപ്പാനിടയായി. പ്രതികൂലങ്ങളിൽ ക്ഷീണിച്ചില്ല, തളർന്നില്ല. ആമേൻ. കർത്താവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. ആ സാഹചര്യങ്ങളിൽ അപ്പച്ചൻ ഞാൻ പറഞ്ഞല്ലോ 6 മക്കളെയാണ് കൊടുത്തത്. മൂത്തതാണ് മേരിക്കുട്ടി അമ്മിണിമാമ. അതിനുശേഷം പ്രിയ യോഹന്നാൻ പാസ്റ്റർ, പ്രിയ ബേബിചായൻ, അതിനുശേഷം ഓമന സിസ്റ്റർ, കുഞ്ഞുമോൾ സിസ്റ്റർ, ഗ്രേസമ്മ സിസ്റ്റർ. ആൺമക്കളിൽ മൂത്തയാളാണ് യോഹന്നാൻ പാസ്റ്റർ. 4 പെൺമക്കൾ ഉള്ള സാഹചര്യങ്ങളിൽ ഈ അപ്പച്ചൻ ഈ മൂത്ത മകന് ദൈവത്തിൻ്റെ വേലയ്ക്ക് ആമേൻ പോകുന്നതിൽ തടസ്സം നിന്നില്ല, എതിർത്തില്ല. മൂത്ത മകനെ കർത്താവിൻ്റെ വേലയ്ക്കായി നൽകുവാനിടയായി. അസംബ്ലീസ് ഓഫ് സമൂഹത്തിന് പ്രിയ യോഹന്നാൻ പാസ്റ്ററും കുടുംബവും വളരെ സുദീർഘമായ നിലകളിലുള്ള സേവനങ്ങൾ നൽകുവാൻ ഇടയായിട്ടുണ്ട്. പ്രസ്ബിറ്ററിൽ അംഗമായിട്ടും സേവനം അനുഷ്ഠിപ്പാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആമേൻ സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ അല്പസമയം ദൈവദാസന്റെ ശാരീരിക ക്ഷീണങ്ങളിൽ വിശ്രമത്തിന് വേണ്ടി കടന്നു വന്നു. ഇപ്പോൾ ഈ സഭയുടെ ആമേൻ സജീവ നിലകളിൽ ആമേൻ എനിക്കും ഈ ദൈവത്തിൻ്റെ ദാസൻ ശുശ്രൂഷയിൽ ഒരു സഹായമാണ് എന്നുള്ളത് നന്ദിയോടെയാണ് ഞാൻ ഓർക്കുകയും കൂടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിയ കുഞ്ഞുമോൾ സിസ്റ്റർ, രാജൻ തോമസ് പാസ്റ്റർ ഒരു കുടുംബമായി ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അതുപോലെ ഗ്രേസ് സിസ്റ്റർ, പാസ്റ്റർ ജോർജ് വർഗീസ് അസംബ്ലീസ് ഗോഡിൽ അവൻ ഇപ്പോൾ ചെങ്ങമനാട് സഭയിൽ കർത്തൃദാസനും അവൻ പ്രസ്ബിറ്ററിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ദാസനാണ്. കൊച്ചുമകളുടെ ഭാഗത്ത് നിന്ന് ആമേൻ അമ്മിണിമാമയുടെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നതാണ് ഷൈജു പാസ്റ്റർ. അദ്ദേഹവും നമ്മുടെ പ്രസ്ഥാനത്തിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. അങ്ങനെ കർത്താവിനെ സേവിക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നൽകുന്നതിൽ അപ്പച്ചൻ ഉത്സാഹിയായിരുന്നു. ആ നിലകളിൽ ആമേൻ അല്ലെങ്കിൽ കർത്താവിനെ സേവിച്ച് മുൻപോട്ട് നീങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ശേഷം വാത്സല്യ പിതാവ് പ്രിയം വച്ച നിത്യതയിൽ വിളിച്ച് ചേർക്കപ്പെടുവാൻ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ സമാധാനത്തോടുകൂടെയാണ് ആമേൻ വാത്സല്യ പിതാവ് ഈ ലോകം വിട്ട് ആമേൻ വിശ്രമത്തിനായിട്ട് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. ആമേൻ ഈ പ്രിയ പിതാവിൻ്റെ ആമേൻ വിയോഗം ഞങ്ങളുടെ സഭയ്ക്ക് ആമേൻ ഒരു വിടവാണ്. അത് കർത്താവ് ഞങ്ങൾക്ക് നിരത്തി തരട്ടെ. ആമേൻ ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന ആമേൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കുകയും കൂടെ ചെയ്യട്ടെ. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആമേൻ ഈ സഭയുടെയും ദുഃഖവും പ്രത്യാശയും ആമേൻ രേഖപ്പെടുത്തി എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. തുടർന്ന് ഈ സെക്ഷൻ്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ മാത്യൂസ് കോശി
മുൻപോട്ട് വന്ന് ചില നിമിഷങ്ങളെടുക്കും. അതിനുശേഷം വോട്ട് ഓഫ് താങ്ക്സ് ആയിട്ടും മറ്റും പ്രിയ യോഹന്നാൻ പാസ്റ്റർ ചില സമയങ്ങളെടുക്കും. അതിനുശേഷം പ്രധാന ശുശ്രൂഷ അസംബ്ലീസ് ഓഫ് ഗോഡ് ഓൾ ഇന്ത്യ അസംബ്ലീസ് ഓഫ് ഗോഡ് ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറിയായും അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടൻഡൻ്റായും സേവനമനുഷ്ഠിക്കുന്ന കർത്താവ് ബഹുമാന്യ TJ സാമുൽ സാറ് ഈ പ്രധാന ശുശ്രൂഷ നിർവഹിക്കുവാനായി ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട്. ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വന്ദനം അറിയിക്കുകയും കൂടെ ചെയ്യുകയാണ്. ആമേൻ. അതിന് മുൻപ് ദൈവദാസ ശുശ്രൂഷിക്കുന്നതിന് മുൻപ് മോർച്ചറിയിൽ നിന്ന് ബോഡി പെട്ടിയിലേക്ക് മാറ്റി ഉള്ള ശുശ്രൂഷകളായിരിക്കും ആരംഭിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങൾ പ്രിയപ്പെട്ടൂടെ ചെയ്യുവാൻ ഒരുങ്ങണം എന്നും കൂടെ ഓർപ്പിക്കുന്നു. മാത്യൂസ് കോശി പാസ്റ്റർ. ഒരു വേദഭാഗം വായിക്കുന്നു. സഭാപ്രസംഗി 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യം. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. കർത്താവിൽ പ്രിയരെ, ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ വളരെ ദുഃഖത്തോടും വേദനയോടും കൂടി ആയിരിക്കുന്ന എല്ലാവരോടും ചേർന്ന് നാമും അവരുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് അവരുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിച്ച് നാം ഈ ആത്മീയ ശുശ്രൂഷയിൽ, ഈ പിതാവിന് അന്ത്യമായി നൽകുന്ന ഈ പ്രധാന ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കാൻ ഉള്ള സാഹചര്യമാണല്ലോ ദൈവം ഒരുക്കി തന്നത്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഭാ ശുശ്രൂഷകൻ ഫിലിപ്പ് ചാക്കോ പാസ്റ്റർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശേഷാൽ ഈ ഡിസ്ട്രിക്റ്റിലെ പ്രസ്ബിറ്റേഴ്സ് ഫിൽസം പാസ്റ്റർ, ചാർലി പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർ പലരുമുണ്ട്. ശേഷാൽ ഈ ശുശ്രൂഷയ്ക്ക് പ്രധാന നേതൃത്വം കൊടുക്കുവാനായി കടന്നു വന്ന ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പ്രിയ ഷോമുൽ സാറ്, എവരുമായി നാം ദൈവമുഖത്തേക്ക് നോക്കി ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടല്ലോ. എനിക്ക് ഈ പിതാവിനെ ഒത്തിരി അടുത്ത് പരിചയപ്പെടാൻ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. എന്നാൽ മക്കളുമായും കൊച്ചുമക്കളുമായിട്ടൊക്കെ വളരെ അടുത്ത് സഹകരിപ്പാൻ പലരുമായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ശേഷം അലി യോഹനാൻ പാസ് ഞങ്ങളെ കണ്ട നാൾ മുതൽ വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോടെ സഹകരിപ്പാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രിയ പിതാവിൻ്റെ മൂത്ത മകൻ യോഹനാൻ പാസ് കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായി കഴിഞ്ഞ കാലങ്ങളൊക്കെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അല്പ ശാരീരിക ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. സഭാ ചാർജ് ഒക്കെ ആ നിലയിൽ വിട്ട് ഭവനത്തിൽ പാർത്തുകൊണ്ട് കുണ്ടറ സെക്ഷനിലെ ഒരു വേലക്കാരനായി ഇപ്പോഴദ്ദേഹം തുടരുന്നു. ഞാൻ ശുശ്രൂഷിക്കുന്നത് കുണ്ടറ സഭയിലാണ്. കുണ്ടറ സഭയിലും ചില വർഷങ്ങൾ കർത്തൃദാസൻ കുടുംബമായി വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. സെക്ഷൻ്റെ പ്രസ്ബിറ്ററായും കർത്തൃദാസൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഈ നിലയിൽ പ്രിയ യോഹന്നാൻ പാസ്റ്ററെ ആത്മീയ കാര്യങ്ങളിൽ ഉത്സാഹിയായി കർത്താവിൻ്റെ വേലയിൽ ശക്തമായി പ്രയോജനപ്പെടുത്തി എടുക്കുന്നതിൽ പിതാവിനൊരു വലിയ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും നന്നായി അറിയുന്ന കാര്യമാണ്. ആ പിതാവിൻ്റെ ആ മനസ്സിനായും അതിനുവേണ്ടിയുള്ള ആ ഉത്സാഹത്തിനായും എല്ലാ ആത്മീയ കാഴ്ചപ്പാടിനായും ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. രണ്ടാമത്തെ മകൻ പ്രിയ ബേബി ബ്രദർ, ഞങ്ങളും വർഷങ്ങളായി പരിചയമുള്ളവരാണ്. കൊച്ചുമരുമകൻ പാസ്റ്റർ ഷൈജു തങ്കച്ചൻ പാസ് കരിപ്പുറം സഭയിൽ ആ സഭ പടുത്തുയർത്തുന്നതിൽ വളരെ പങ്കുവഹിച്ച് അവർ കുടുംബമായി ഈ സെക്ഷനിൽ വളരെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച് അനന്തരം ഇപ്പോൾ ചങ്ങനാശ്ശേരി സെക്ഷനിൽ ചിങ്ങവനം ഭാഗത്ത് പ്രവർത്തിക്കുന്നു. കർത്തൃദാസൻ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ മുൻനിരയിൽ നിന്ന് അധ്വാനിപ്പാനിടയാക്കുന്നു. അങ്ങനെ മറ്റ് ഉള്ള പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ വേലയിൽ വിശേഷാലയുടെ മകൾ ഗരീശമ്മ സിസ്റ്റർ, പാസ്റ്റർ ജോർജ് വർഗീസ്, അവരെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ പ്രയോജനപ്പെടുന്നത് കണ്ട് താൻ കടന്നു പോകുവാനായിട്ടിടയായി തീർന്നു. സുവിശേഷ വേലയില്ലാത്ത പ്രിയ മക്കളും കർത്താവിൻ്റെ വേലയ്ക്കും വേലക്കാർക്കും തങ്ങളല്ലാവത് കൈത്താങ്ങലായി നിലകൊള്ളുവാൻ ഈ പ്രിയ പിതാവ് അവർക്ക് കാണിച്ച നല്ല മാതൃക പിന്തുടരുവാൻ അവർക്ക് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച
9 മണിക്ക് ശേഷം നമ്മെ വിട്ട് പ്രിയ പിതാവ് നിത്യത്തിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നല്ലോ. ഫിലിപ്പ് ചാക്കോ പാഷ വിവരം വിളിച്ച് എന്നെ അറിയിപ്പാനിടയായിരുന്നു. വൈകിട്ട് ഇവിടെ നടന്നുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ എനിക്കിടയായി തീർന്നു. ഇന്ന് നേരത്തെ തീരുമാനിച്ച പ്രകാരം സെക്ഷന്റെ സഹോദരിമാരുടെ ഒരു പ്രധാന മീറ്റിംഗ് കുണ്ട്രസഭയിൽ വെച്ച് നടത്തപ്പെടുന്നു എന്നുള്ളതിനാലും അത് ഞങ്ങൾ ചിന്തിച്ചു മാറ്റിവെക്കാൻ ഒക്കുമോ? ചില കാരണങ്ങളല്ലത് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ വേലക്കാരെ എല്ലാവരെയും തന്നെ വിളിച്ചു പറഞ്ഞു, രാവിലെ ഇവിടെ വന്ന് വീട്ടിൽ എല്ലാവരും തന്നെ പങ്കെടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള സമയം അത്രയും നിൽക്കുവാനായിട്ട് അവരെ ഓർപ്പിച്ചിരുന്നു. അങ്ങനെ ഈ സെക്ഷനിലെ വേലക്കാരും അവരുടെ കുടുംബങ്ങളും രാവിലെ 9 മണി ആയപ്പോൾ തന്നെ ഭവനത്തിൽ മൃതശരീരം ഭവനത്തിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ പലരും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം മറ്റുള്ളവർ കടന്നു വന്നിട്ട് ആ മീറ്റിങ്ങുള്ള ബന്ധത്തിൽ അവർ അങ്ങോട്ട് കടന്നു പോകുവാനിടയായി. കുണ്ട്രസഭയിലെ ദൈവമക്കൾ അധികം പേരും ഇവിടെ കടന്നു വന്നിട്ട് അവിടെ നടക്കുന്ന ആ ചടങ്ങിനുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഈ സെക്ഷനിലെ എല്ലാ ദൈവദാസന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും 24 ശുശ്രൂഷകന്മാരിവിടെയുണ്ട്. ഈ യോഹന്നാൻ പാസ്റ്റർ ഈ വർഷം ഈ സെക്ഷനിലേക്ക് വന്നു. അങ്ങനെ ദൈവദാസൻ ഉൾപ്പെടെ 24 ശുശ്രൂഷകന്മാർ ഈ സെക്ഷനിലുണ്ട്. 21 സഭകളുമുണ്ട്. എല്ലാ ശുശ്രൂഷകന്മാരുടെയും കുടുംബങ്ങളുടെയും ദൈവമക്കളുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാൻ നേരം ബേബി ബ്രദർ അമേരിക്കയിൽ ഡാളസിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിലെ സെക്രട്ടറി ബ്രദർ ബിജു ഡാനിയൽ എന്നെ വിളിച്ചിട്ട് സഭയിലെ ശുശ്രൂഷകനായ പാസ്റ്റർ ബിജു തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രത്യേക സെക്രട്ടറി ആയിരിക്കുന്ന ബിജു ഡാനിയൽ, അദ്ദേഹം കൊല്ലം അസംബ്ലീസ് സഭയിലെ അംഗമാണ്. ഡാനിയൽ സാറിൻ്റെ മകനാണ്. ബിജു ഡാനിയലിൻ്റെ കുടുംബത്തിൻ്റെയും അവിടെയുള്ള എല്ലാ ദൈവമക്കളുടെയും അനുശോചനം പാസ്റ്റർ ഈ സന്ദർഭത്തിൽ പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുടുംബാംഗങ്ങളെ നിങ്ങളെല്ലാവരെയും എന്നോട് അറിയിച്ചതിന് വെളിച്ചത്തിൽ അവർക്ക് വേണ്ടി ആ വാക്കുകൾ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ബേബി ബ്രദറും ഡാളസിൽ സയോൺ ഗോസ്പൽ അസംബ്ലിയിൽ വളരെ ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയോടെ ആയിരിക്കുന്നു എന്നുള്ളതിൽ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് കർത്തദാസിൽ നിന്ന് ശ്രേഷ്ഠമേറിയ വചനം കേൾക്കാൻ ഉള്ളതിനാൽ ഞാൻ ആ നിലയിലൊന്നുമേ പറയാൻ താല്പര്യപ്പെടുന്നില്ല. നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് തനിക്കായി ഒരുക്കിയിരിക്കുന്ന ആ പ്രതിഫലം പ്രാപിപ്പാനായി നമ്മെ വിട്ടു കടന്നുപോയി. പിതാവ് കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ നമുക്കെല്ലാവർക്കും ഇടയായി തീരട്ടെ. പിതാവിനെക്കുറിച്ചുള്ള നല്ല നല്ല വാക്കുകൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. പഴയ കാലങ്ങളിലൊക്കെ പിതാക്കന്മാർ മാതാക്കൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നതിനും വചനം വായിക്കുന്നതിനും സൺഡേ സ്കൂളിന് പോകുന്നതിനും പ്രാർത്ഥനാക്കൂട്ടങ്ങൾ പങ്കെടുക്കുന്നതിനും ഒക്കെ നല്ല നിർബന്ധം കൊടുത്ത് അവരെ ആ നിലയിൽ വളർത്തുവാൻ ഇടയായി തീർന്നു. ഈ കാലങ്ങളിൽ അത്ര കണ്ട് ഒരു കൃത്യത പുലർത്തുവാൻ പലർക്കും കഴിയാതെ പോകുന്നുണ്ട്. ഈ പിതാവിൽ നിന്ന് കേട്ടത് നമ്മൾ മറന്നു പോകരുത്. പിതാവ് തൻ്റെ ജീവിതത്തിൽ നല്ല ആയുസ്സ് പൂർത്തിയാക്കി താൻ കടന്നുപോയി. തൻ്റെ ഭൗതിക ശരീരം മാത്രമാണ് ഇവിടെ ഉള്ളത്. പെന്തക്കോസ്തുകാരായി ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ പിതാവിന് വേണ്ടി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. വചനത്തിൻ്റെ വ്യവസ്ഥയും അതാണ്. അവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടുകൂടെ ഈ പിതാവ് ലോകത്തിൽ വെച്ച് എന്ത് ചെയ്തോ അതിൻ്റെ പ്രതിഫലം വാങ്ങിപ്പാനായിട്ട് കടന്നുപോയി. ഇനി ഇവിടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ നിത്യതയിൽ എന്തെങ്കിലും പ്രമോഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാലോ അതൊന്നും വചനവ്യവസ്ഥയിൽ സാധ്യമായി വരികയില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് ചെയ്യുകയില്ല എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ ജീവിതകാലത്ത് ലഭിച്ച സമയങ്ങൾ അലസമായി ചിലവഴിക്കാതെ, അഗണ്യമായി ചിലവഴിക്കാതെ, യേശുവിൽ നിന്ന് അകന്ന് ജീവിക്കാതെ, യേശുവിനോട് ചേർന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രമാണപ്രകാരം ജീവിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അതിനായി സഹായിക്കട്ടെ. കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പിതാവ് കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ നിങ്ങളെ ഇടയാക്കട്ടെ. പ്രിയ മാതാവും വളരെ പ്രായമുള്ള അവസ്ഥയിലാണല്ലോ. ദൈവം ബലപ്പെടുത്തട്ടെ. എല്ലാവരെയും ദൈവം പ്രത്യാശയോടെ നടത്തട്ടെ. സെക്ഷൻ്റെ എല്ലാവരുടെയും പേരിലുള്ള ദുഃഖവും പ്രത്യാശയും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും. ഇവിടുത്തെ ഒരു മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജോൺസ് മാത്യുവും കുടുംബവും ഈ ഭവനാംഗങ്ങൾക്ക് പ്രത്യാശയും ദുഃഖവും അദ്ദേഹത്തിന് കുടുംബത്തിന് വേണ്ടിയും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രിയ യോഹന്നാൻ പാസ്റ്റർ മുൻപോട്ട് വന്ന് ചില വാക്കുകൾ
വോട്ട് താങ്ക്സും പറയുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9 മണി കഴിഞ്ഞ് മഹത്വത്തിൽ പ്രവേശിച്ചതായ ഞങ്ങളുടെ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ, അതുപോലെ തന്നെ ഇന്ന് നടക്കുന്നതായ സംസ്കാര ശുശ്രൂഷകളിലും സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനത്തിൻ്റെ വാക്കുകളും പറയുവാനായി കടന്നു വന്നിരിക്കുന്നതായ, പ്രത്യേകിച്ച് എൻ്റെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് അസംബ്ലീസ് ബോർഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടും ഓൾ ഇന്ത്യ അസംബ്ലീസ് ബോർഡ് ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്നതായ ബഹുമാന്യ ദേവദാസൻ ടി ജെ ശോമൽ സാറ്, കുണ്ടറ സെക്ഷന്റെ പ്രസിഡന്റായിരിക്കുന്നതായ പാസ്റ്റർ മാത്യൂസ് കോശി, ചെങ്ങന്നൂർ സെക്ഷന്റെ പ്രസിഡന്റായിരിക്കുന്നതായ പാസ്റ്റർ വിൽസൺ ഡാനിയേൽ, പത്തനാപുരം സെക്ഷന്റെ പ്രസിഡന്റായിരിക്കുന്നതായ പാസ്റ്റർ ചാർലി തുടങ്ങിയ മറ്റ് ദൈവദാസന്മാർ, മുൻ ഈ സഭയിൽ ശുശ്രൂഷകരായിരുന്നതായ സണ്ണി മാത്യു തുടങ്ങിയുള്ളതായ പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതായ എല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ വന്ദനം ഈ സമയം അറിയിക്കുന്നു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഞാൻ ചില വാക്കുകൾ അത്യാവശ്യമായി അത് പറഞ്ഞില്ലെങ്കിൽ അത് ഒരിക്കലും ദൈവസന്നിധിയിൽ നീതിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചില വാക്കുകൾ പറയട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ 9 മണി കഴിയാണ് അപ്പച്ചൻ മഹത്വത്തിൽ പ്രവേശിച്ചത്. ഏതാണ്ട് 1 വർഷമായി ശരീരത്തിൽ താൻ ക്ലേശിതനായിരുന്നു. ഏകദേശം 3 മാസമായി തീരെ കിടപ്പിലായിട്ട് ശരീരത്തിൽ ഒത്തിരി വേദനകൾ അനുഭവിച്ചു. ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ വരെയും അപ്പച്ചന് സംസാരിക്കുമായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി. ഏതാണ്ടൊരു 8 മണി കഴിഞ്ഞ് ഞങ്ങൾ വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത്, എന്നാൽ തീരെ അവശനായി ആ ഒരവസ്ഥയിൽ കാണുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ അപ്പച്ചൻ്റെ സംസാര ശേഷി കുറഞ്ഞു, തീരെ ഇല്ലാതായി. ഏതാണ്ട് 9 മണിയോടെ വളരെ ശാന്തമായ നിലയിൽ, ഒരു വെപ്രാളമോ മറ്റ് യാതൊന്നുമില്ലാതെ വളരെ ശാന്തമായ നിലയിൽ ഈ ലോകത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുവാനിടയായി. അവിടെ നിന്ന് അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങൾ ഞങ്ങൾ തലയാട്ടി കാണിച്ചു പോവുകയാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ അത്യാവശ്യമായി പറയേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കുന്നു. മക്കൾ ഞങ്ങൾ 6 പേരാണ്. ഞങ്ങളെ 6 മക്കൾ. ഞങ്ങളുടെ ആദ്യം അവസ്ഥ, എല്ലാം ഉണ്ടായിരുന്നതായ ആ സ്ഥാനത്ത് ഒന്നുമില്ലാത്ത, എന്ന് പറഞ്ഞാൽ 0-യിൽ കൊണ്ടുവന്ന് എത്തിച്ച് ജീവനുള്ള ദൈവത്തെ അറിയുവാനുള്ളതായ ഒരവസരം ദൈവമൊരുക്കി. ഈ ദേശത്തുള്ളവർക്കറിയാം ഞങ്ങൾ ഏത് നിലയിൽ ജീവിച്ചവരാണെന്ന്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് 0-യിൽ ഞങ്ങൾ കൊണ്ടുവന്നു. കാരണം ദൈവത്തെ അറിയുവാനുള്ളതായ വഴി അതിൽ കൂടെ പറ്റൂ എന്ന് ദൈവത്തിന് തോന്നിയതുകൊണ്ട്. അവിടെ നിന്ന് അപ്പച്ചനും അമ്മച്ചിയും അവർ വളരെ അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. ഞങ്ങളെ 6 മക്കളെ വളർത്തി. അപ്പച്ചന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇവിടെയുള്ള പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ, കൊപ്ര കച്ചവടം ചെയ്തിട്ടുണ്ട്. കുരുമുളകിൻ്റെയും പറങ്ങേൻ്റെയുടെയൊക്കെ സീസൺ വരുന്ന സമയത്ത് അതിൻ്റെ കച്ചവടം നടത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങളെ പോറ്റുന്നതിന് വേണ്ടി. ഈ കാര്യങ്ങളിൽ
ഒക്കെ ചെയ്ത് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പിതാവാണത്. കാരണം ഈ കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് ഒട്ടും ലജ്ജയില്ല. കാരണം ഇന്ന് ഉള്ളതെല്ലാം ദൈവം തന്നതാണെന്ന് ഞങ്ങൾക്ക് പറയത്തക്കവണ്ണമാണ് പ്രിയ പിതാവിനെയും മാതാവിനെയും ആ നിലയിൽ ദൈവത്തെ അറിയുവാനായിട്ട് ഇറങ്ങി തിരിച്ചതിന് ശേഷം മാനിപ്പാനായിട്ട് ഇടയായി തീർന്നത്. ഏതാണ്ട് 52 വർഷങ്ങൾക്ക് മുൻപ് അപ്പച്ചന് അമ്മയെ അവര് കുടുംബമായി ഞങ്ങളന്ന് കുറെ കൂടെ വളരെ ചെറുപ്പമാണല്ലോ, അന്നായിരുന്നതായ ആ മണ്ഡലത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പഴയ അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടു പോകുവാനാവുന്ന ഒക്കെ ശ്രമിച്ചു. എങ്കിലും അപ്പച്ചൻ വിശ്വസിച്ചതായ അല്ലെങ്കിൽ സ്വീകരിച്ചതായ വിശ്വാസത്തിൽ അതിൽ നിന്ന് ഒരല്പം പോലും വ്യത്യാസം വരാതെ ആ പ്രലോഭനങ്ങളെയെല്ലാം അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് അപ്പച്ചന് ഞങ്ങൾ കുടുംബത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ആത്മീയ വിഷയങ്ങളിൽ അപ്പച്ചന് ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. സഭയുടെ കാര്യത്തിൽ അത് നന്നായി നടക്കണമെന്ന് വളരെ ആഗ്രഹിച്ചിരുന്നു. അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകത കണ്ടാൽ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രമാത്രം ആത്മീയമായും സഭയുടെ കാര്യങ്ങൾ വളരെ ശുഷ്കാന്തിയോടുകൂടെ ദൈവത്തിന് എന്നവണ്ണം നിലനിന്നതായ ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പിതാവ്. അതുപോലെ തന്നെ അപ്പച്ചനിൽ നിന്നാണ് സത്യത്തിൽ ഞങ്ങൾ ഇവിടെ എൻ്റെ അളിയൻ അതിനെക്കുറിച്ച് പറഞ്ഞു, എൻ്റെ അനുജൻ പറഞ്ഞു, എൻ്റെ പെങ്ങൾ പറഞ്ഞു. വിശ്വസ്തത എന്ന ആ കാര്യത്തിൽ ഞങ്ങളുടെ അപ്പച്ചനെ മാതൃകയാക്കിയത് ആ ഒരൊറ്റ ഒരു കാര്യം. പല കാര്യങ്ങളുണ്ട്, അത് 1-2 കാര്യങ്ങൾ ഞാൻ പറയും. അപ്പച്ചൻ്റെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകളിൽ ഒരുപാട് അപ്പച്ചൻ്റെ കയ്യിൽ പൈസ അധികം വന്നിട്ടുണ്ട്. അത് വീട്ടിൽ വന്നിരുന്ന കണക്ക് കൂട്ടി കൃത്യമായി അതിൻ്റെ ബാക്കി അധികം കയ്യിൽ വന്നത് അങ്ങനെ ഒന്നല്ല പല പ്രാവശ്യങ്ങൾ വന്നിട്ടുണ്ട്. തിരിച്ചവിടെ കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ വളരെ അപ്പച്ചനോട് താല്പര്യമായിരുന്നു. ആ ഒരു വിശ്വസ്തത, അത് ഒരു ഓലമടൽ അടുത്ത പുരയിടത്തിൽ നിന്ന് നമ്മുടെ അയ്യത്തില്ലെങ്കിൽ അവിടെ കിടക്കുന്നത് എടുത്തുകൊണ്ട് വരാൻ സമ്മതിക്കത്തില്ലായിരുന്നു. കാരണം അത് നമ്മുടെ അല്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ കൊണ്ടുവന്ന് ഇടിയിപ്പിക്കുമായിരുന്നു. ആ ഒരു വിശ്വസ്തത, ആ മാതൃക തലമുറകൾ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും അത് കടന്നു വന്നിരിക്കുകയാണ്. അത് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാനത് അവിടെ ചുരുക്കുകയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അതിൻ്റെ അളിയൻ പറഞ്ഞു, പലപ്പോഴും ഞങ്ങൾക്കും അത് ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന, വളരെ സമയങ്ങളെടുത്ത് രാത്രിയാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം അപ്പച്ചനുണ്ടായിരുന്നു. അതുപോലെ വേദപുസ്തകം വായിക്കുന്ന വിഷയത്തിൽ ഒരു വീഴ്ചയും വരുത്തത്തില്ല. മണിക്കൂറുകളോളം ഇരുന്ന് വേദപുസ്തകം വായിക്കും. ഇവിടെ ദൈവദാസന്മാർക്ക് പലർക്കും അറിയാം, അവർ അത് വീട്ടിൽ വന്നപ്പോഴൊക്കെ പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കെ വേദപുസ്തകം വായിക്കും, മണിക്കൂറുകളോളം അത് വായിച്ച്. അതുപോലെ തന്നെ സഭയിൽ പ്രബോധിപ്പിക്കുന്നതിൽ കൂടുതൽ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് അതൊക്കെ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും ഭാവി ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ളതായ ആ കാര്യങ്ങൾ അപ്പച്ചൻ അത് പറയുന്നതിൽ കേൾക്കുന്നതിലൊക്കെ വളരെ സന്തോഷമായിരുന്നു. അതുപോലെ അപ്പച്ചന് വളരെ പ്രിയങ്കരമായിരിക്കുന്ന ചില പാട്ടുകളുണ്ട്. അതിലൊന്നാണ് രാജാതിരാജൻ മഹിമയോടെ എന്നുള്ളതായ പാട്ടും, അതുപോലെ തന്നെ ഇന്ന് നിൻ സന്നിധിയിൽ എന്നുള്ളതായ എന്നും നല്ലവൻ എന്ന് തുടങ്ങിയുള്ളതായ പാട്ടൊക്കെ അപ്പച്ചനത് മിക്കവാറും പാടുന്നത് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ആ നിലയിൽ പ്രിയ പിതാവ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചു തന്ന്, ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവർക്കും കൊച്ചുമക്കൾക്കും മാതൃക കാണിച്ചു തന്ന് ഈ കഴിഞ്ഞ ബുധനാഴ്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രത്യാശയോടുകൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ അനുജൻ ബേബി, അവൻ 2 ആഴ്ച അപ്പച്ചന് അവനെ കാണണമെന്ന് താല്പര്യമുണ്ടായി. അവനെ വിവരം അറിയിച്ച് അവന് അതിനു മുമ്പേ തന്നെ വരണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇവിടെ 2 ആഴ്ചയായിട്ടുണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ വെളുപ്പിന് തിരുവനന്തപുരത്തുനിന്ന് പോകണം. അതിന് ആ രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് കടന്നു പോകേണ്ടതായിട്ടുമുണ്ടായിരുന്നു.
എന്നാൽ അവൻ ഇതുപോലെ തിങ്കളാഴ്ച പറഞ്ഞു, അപ്പച്ചാ ഞാൻ ബുധനാഴ്ച പോവുക എന്ന് പറഞ്ഞപ്പോൾ പൊയ്ക്കോ, ഇനി വരിയൊന്നും വേണ്ട എന്ന് അവനോട് പറഞ്ഞു. പക്ഷെ അവൻ പോകുന്നതിന് മുമ്പേ അപ്പച്ചൻ പോകും എന്നുള്ളതായ ആ കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അവൻ പോകുന്നതിന് മുമ്പേ തന്നെ അപ്പച്ചൻ നിത്യയിൽ പ്രവേശിച്ചു. അതൊരു ഭാഗ്യമായി ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കൊച്ചുമക്കൾ, അവരെയൊക്കെ സ്നേഹിക്കുന്നതിൽ അപ്പച്ചൻ മുൻപന്തിയിലായിരുന്നു. അവരുടെ അപ്പച്ചന് 6 മക്കളാണ്, 13 കൊച്ചുമക്കളുണ്ട്, 6 ചെറുമക്കളുണ്ട്. ഈ നിലയിൽ ദൈവം ആയുസ്സും ആരോഗ്യവും നൽകി മക്കളെയും കൊച്ചുമക്കളെയും ചെറുമക്കളെയൊക്കെ കാണുവാനായിട്ട് ദൈവം ഭാഗ്യം നൽകി. ഇവിടെ ചിലർ ബേബിയുടെ ഭാര്യ ലാലി, അവരുടെ മക്കള് ലിബിന്, ലിഡിയ, അവരൊക്കെ അവർക്ക് ഇവിടെ വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവര് വളരെ വിഷമത്തോടുകൂടെ ആയിരിക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടി അത് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സമയം ഞാൻ അറിയിക്കുന്നു. എൻ്റെ അനുജത്തിയുടെ, ബേബിയുടെ ഭാര്യ, എൻ്റെ അനുജത്തിയുടെ മാതാവ്, സഹോദരങ്ങൾ, അനിയൻ കുഞ്ഞ്, പാസ്റ്റർ തമ്പിക്കുഞ്ഞ്, അതുപോലെ തന്നെ അമ്മക്കുട്ടി, ബാബു, ജോമോൻ തുടങ്ങിയുള്ള പ്രിയപ്പെട്ടവരുടെയും ദുഃഖം ഇവിടെ അറിയിക്കുന്നതിന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സമയം ഞാൻ അറിയിക്കുന്നു. എൻ്റെ മക്കൾ മരണമെന്ന് ആഗ്രഹിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് വിൽസന്, അബുദാബിയിൽ നിന്ന് നെൽസന്, അവർ കുടുംബങ്ങളായി അവർക്ക് വന്ന് സംബന്ധിക്കാത്തതിൽ വിഷമമുണ്ട്. പപ്പ എഴുന്നേൽക്കുമ്പോൾ അവരെക്കുറിച്ചൊരു വാക്ക് പറയണം എന്ന് പറഞ്ഞിരുന്നു. അവരുടെ പേരിലും ഞാൻ അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. എൻ്റെ വൈഫിൻ്റെ ആങ്ങള പിൽപ്പച്ചായനെ മസ്കറ്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അവരുടെ ദുഃഖം ഇവിടെ അറിയിക്കണമെന്ന്. മറ്റ് സഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും ദുഃഖം ഈ സമയം ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ വിശേഷിച്ച് സഹായിക്കട്ടെ. എൻ്റെ പ്രധാനമായ ദൗത്യം 1-2 വാക്കിൽ നന്ദി പറയുക എന്നുള്ളതാണ്. ബഹുമാന്യ ദൈവദാസൻ TJ ശമൽ സാറ് ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വിളിച്ചപ്പോൾ തന്നെ അരിപ്പാട്ട് ഇന്ന് ഒരു ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് ഏറ്റതാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിന് അത് കടന്നു വരാമെന്ന് പൂർണ്ണമായി സമ്മതിച്ച ആ നിലയിൽ കടന്നു വന്ന് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ ദൈവദാസൻ നിവർത്തിക്കും. എന്നാൽ ദൈവദാസന് വിശേഷാൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ അധ്യക്ഷനായിരിക്കുന്നതായ ഞങ്ങളുടെ ഇവിടുത്തെ പാസ്റ്റർ പിലിപ്പിച്ചാക്കോ, ദൈവദാസന് ഞങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് അപ്പച്ചന് ചില പ്രയാസങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഏതാണ്ട് 2 പ്രാവശ്യം ദൈവദാസൻ വണ്ടിയെടുത്ത് ചെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വന്നിരുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത ദൈവദാസന്, അതുപോലെ ഈ മരണവിവരം അറിഞ്ഞ് ആ സമയം മുതൽ തന്നെ താനെ അതിനുവേണ്ടി പല നിലയിലും ബന്ധപ്പെടുകയും ശുശ്രൂഷകൾ അവിടെ നിവർത്തിക്കുകയൊക്കെ ചെയ്ത് ദൈവദാസൻ ഇന്നും വളരെ ഭംഗിയായി കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവദാസന്, കുടുംബത്തിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. പിരമിസാറ് രാവിലെ വന്ന് ചില മിനിറ്റുകളെടുത്ത് കടന്നുപോയി. ദൈവം സഹായിക്കണം, നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിരിക്കുന്നതായ തോമസ് ഫിലിപ്പ് താനും കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ദൈവദാസൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യമേഖല ഡയറക്ടർ ബെനാൾസസ് പാസ്റ്റർ ഇവിടെ വന്നിരുന്നു. താന് ചില വാക്കുകൾ പറഞ്ഞ് നേരത്തെ തന്നെ അത്യാവശ്യമുള്ളതുകൊണ്ട് കടന്നുപോയി. ഇവർക്കെല്ലാം പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഉള്ളതായ വിനോദ്, മാത്തുക്കുട്ടി, ഇവരൊക്കെ ഞങ്ങളുടെ അപ്പച്ചന്, ഞാൻ നേരത്തെ പാസ്റ്ററുടെ കാര്യം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് അപ്പച്ചന്റെ ആ ആവശ്യതയിൽ അവർ വന്ന് വളരെ കാര്യമായി സഹകരിച്ച് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾ വരുന്നത് വരെ അവിടെ നിന്ന് ചെയ്യാതെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തായ പ്രിയപ്പെട്ടവരാണ്. അവർക്കും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ പ്രോഗ്രാം ഇന്ന്
ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിലയിൽ അതിൻ്റെ പ്രിയപ്പെട്ടവര് അവർക്ക് വിശേഷിച്ച് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ഇവിടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നന്ദി പറയുന്നു. ഇതിന്റെ ഗാനങ്ങൾ ആലപിക്കുന്നതായ എൻ്റെ മൂത്ത പെങ്ങളുടെ മരുമകൻ ഷൈജു തങ്കച്ചന് തൻ്റെ ടീമാണ്. അവർക്ക് പ്രത്യേകിച്ച് ഈ സമയം ഞാൻ നന്ദി പറയുന്നു. അതുപോലെ ഈ സഭയിൽ നിന്ന് ഈ വിവരങ്ങൾ അറിഞ്ഞ് ആ സമയം മുതൽ തന്നെ കടന്നു വന്ന് പകലിലും രാത്രിയിലെല്ലാം കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹകരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ഈ മുഖത്തല സഭയിലുള്ളതായ എല്ലാ വിശ്വാസികൾക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി ഈ സമയം അറിയിക്കുന്നു. അവരുടെയൊക്കെ ആ സഹകരണം വളരെ അനുഗ്രഹമായിരുന്നു. അവരുടെ പ്രാർത്ഥന എല്ലാം വളരെ ആശ്വാസമായിരുന്നു. പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികളായി പ്രിയപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ വിശേഷാൽ നന്ദി പറയുന്നു. ഞാനും അതുപോലെ തന്നെ പാസ്റ്റർ ജോർജ് വർഗീസ് ഞങ്ങളൊക്കെ ശുശ്രൂഷിച്ച സഭകളിൽ നിന്നൊക്കെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും ഇവിടെ കടന്നു വന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക ദൈവദാസന്മാര് ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് ശുശ്രൂഷിച്ച് കടന്നുപോയി. ഇവിടെയും അനേകർ രാവിലെ മുതലേ കടന്നു വന്ന് അവര് അത്യാവശ്യമുള്ളതുകൊണ്ട് അനേക ദൈവദാസന്മാർ മടങ്ങിപ്പോയി. അനേക വിശ്വാസികൾ ഇവിടുന്ന് മടങ്ങിപ്പോയി. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി ഈ സമയം പ്രകാശിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ ദൈവദാസന് നിയന്ത്രിക്കും. തുടർന്ന് ഗായക സംഘം ഒരു പാട്ട് പാടുന്ന സന്ദർഭത്തിൽ ഈ മൃതശരീരം മൊബൈൽ മോർച്ചറിയിൽ നിന്ന് മാറ്റി പെട്ടിയിൽ വയ്ക്കുകയും അതിന് ശേഷം പ്രധാനപ്പെട്ട ഇവിടെയുള്ള ശുശ്രൂഷയും സെമിത്തേരിയിലുള്ളതായിരിക്കുന്ന ശുശ്രൂഷയ്ക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഷമുൽ സാദർ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നതുമായിരിക്കും. ഗായക സംഘം ഒരു പാട്ട് പാടണം. പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നി മനസ്സെ മോദമേറുന്നേ ആനന്ദം കൊണ്ടു നിറയുന്നി മനസ്സെ മോദമേറുന്നേ ആശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ള നീറുന്നേ ഉള്ള നീറുന്നേ ഈ മറുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറുന്നേ ഈ മറുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശ
പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്നും ചേരുമോ എന്നും ചേരുമോ രാജപുരോഹിതർ ആയവരവിടെ വാസം ചെയ്യുമേ രാജപുരോഹിതരായവർ അവിടെ വാസം ചെയ്യുമേ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ആമേനുള്ള പ്രധാനപ്പെട്ട ശുശ്രൂഷ നിർവഹിക്കുവാനായി ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ടി ജെ സമോൽ സാറിനെ ക്ഷണിക്കും. ദയവായി അവിടെ കസേരകളിൽ നിങ്ങൾ ഇരുന്ന് അല്പനിമിഷം കൂടെ ഇത് ദൈവവചന ശുശ്രൂഷ ശ്രദ്ധിക്കണമേ ശാന്തമായി എന്ന് എല്ലാവരെയും സ്നേഹത്തോടെ ഓർമ്മിക്കും. കർത്താവിൻ്റെ മഹത്വം. ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, സഭയിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, നമ്മളെല്ലാവരും ഇന്ന് നമ്മെ വിട്ടു വാങ്ങിപ്പോയ വാത്സല്യ പിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷകളുടെ ഇവിടുത്തെ അവസാന ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിമിത്തം നമുക്കുള്ള ജയനിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. മുഖത്തല അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആരംഭകാല കുടുംബങ്ങളിൽ ഒന്നായിരുന്ന ഈ കുടുംബം, ഈ വാത്സല്യ പിതാവ് മാതാവ് ഈ നാട്ടിൽ ദൈവത്തെ സേവിച്ചു. വളരെ ചുരുക്കം പേരായിട്ട് ആരംഭിച്ച ഈ സഭയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും ദൈവം നൽകി. വിശ്വസ്തമായി ദൈവത്തെ സേവിക്കുവാൻ നാം കേട്ട അനവധി സാക്ഷ്യങ്ങളുടെ വെളിച്ചത്തിൽ ഈ പ്രിയ പിതാവിന് ദൈവം അവസരം കൊടുത്തു. ഈ ബുധനാഴ്ച ഈ ഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തിയാക്കി വിശ്രാമത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായി. ഈ കുടുംബത്തെ ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയ്ക്ക് അവർ വിശ്വസ്ത അംഗങ്ങൾ എന്ന പോലെ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിനും ദൈവരാജ്യത്തിനും അവർ നിമിത്തമുള്ള നന്മയും അവരുടെ സേവനങ്ങളും ഓർത്തും ഞാൻ ദൈവത്തിന് സ്തുതി കരയേറ്റുന്നു. ഈ കുടുംബത്തിലെ പ്രിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും മക്കൾ 3 പേർ സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടു. ആൺമക്കളിൽ മൂത്ത ആൾ പാസ്റ്റർ യോഹനാൻ ദീർഘവർഷങ്ങളായി അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബമായിട്ട്, പാസ്റ്ററായിട്ട്, പ്രസ്ബിറ്ററായിട്ട്, അങ്ങനെ പല നിലയിൽ അദ്ദേഹം സേവനങ്ങൾ ചെയ്യുന്നു. ഇളയ മകൾ ഗ്രേസമ്മ കുടുംബമായിട്ട് പാസ്റ്റർ ജോർജ് വർഗീസുമായിട്ട് അനവധി വർഷങ്ങളായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ കൂട്ടായ്മയിൽ ഈ മലയാളം ഡിസ്ട്രിക്റ്റിൽ ശുശ്രൂഷകരാണ്. അതുപോലെ തന്നെ
നമ്മോട് തൻ്റെ പിതാവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ കുഞ്ഞുമോൾ, റൈറ്റ്? കുഞ്ഞുമോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് കുടുംബമായിട്ട് ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു, ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭയുടെ ബന്ധത്തിൽ. അങ്ങനെ ഈ പിതാവും മാതാവും അവരുടെ മക്കളെ 3 പേരെ ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നൽകിയത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം ഭവനത്തിലെ മൂത്ത മകളുടെ മരുമകനാണ് ഇവിടെ പറഞ്ഞതുപോലെ പാസ്റ്റർ ഷൈജു തങ്കച്ചൻ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മറ്റൊരു ശുശ്രൂഷകൻ. അതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല വഹിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ. അങ്ങനെ ഞങ്ങളുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് ഇത് എന്നുള്ളതുകൊണ്ട് ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നത് എൻ്റെയും കൂടി കടമയായി കരുതി ഇന്ന് ഇതിൽ സംബന്ധിക്കാൻ ഇടയാകുന്നതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞ സാക്ഷ്യത്തിൽ ഈ പ്രിയ പിതാവിന് വെളിപ്പാട് പുസ്തകം വളരെ ഇഷ്ടമായിരുന്നെന്നും ധാരാളം അതിനെക്കുറിച്ച് പറയുമായിരുന്നെന്നും പഠിപ്പിക്കുമായിരുന്നെന്നും ഒക്കെയാണ് മക്കൾ പറഞ്ഞത്. എനിക്കും കുറച്ചൊക്കെ ഇഷ്ടമുള്ള പുസ്തകമാണ് ആ പുസ്തകം. എല്ലാ പുസ്തകവും ഇഷ്ടമാണ്, എന്നാലും ഞാനും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. അതിന് വെളിച്ചത്തിലാണ് ഒരു അല്പവാക്കുകൾ ഇന്ന് പറയാൻ എനിക്ക് പ്രേരണയുള്ളത്. നമ്മെ വിട്ട് വാങ്ങിപ്പോയ ഈ പ്രിയ പിതാവ് ശരീരം ക്ഷീണിച്ച് മുഖമൊക്കെ പണ്ടത്തെ ആ ചെറുപ്പത്തിലെ ശോഭയില്ലാതെ കുറച്ചൊക്കെ ശുഷ്കിച്ച ഈ ശരീരം, നമുക്കെല്ലാവർക്കും അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രായമാകുമ്പോൾ നമുക്കെല്ലാം അങ്ങനെ സംഭവിക്കും. ഇന്ന് നാം വിട പറയാൻ തുടങ്ങുകയാണ് ഈ ശരീരത്തോട്. പ്രിയ പിതാവ് നമ്മെ വിട്ട് നേരത്തെ പോയി കഴിഞ്ഞു. നമ്മൾ ഈ ശരീരത്തോട് വിട പറയാൻ തുടങ്ങുന്ന ഈ അവസാനത്തെ സമയം, മനുഷ്യൻ്റെ ശരീരം പോലും ദൈവത്തിന് പ്രധാനമാണ്. ബാക്കി ഒരു ജന്തുവിൻ്റെയും ശരീരത്തിന് ഈ പ്രാധാന്യതയില്ല. ബാക്കി ഏത് ജന്തുവും ചത്താൽ നമ്മൾ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അതേസമയം മനുഷ്യൻ്റെ അടക്കത്തിന് എന്തുമാത്രം പ്രാധാന്യം ദൈവവിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ആളുകൾ കൽപ്പിക്കുന്നു. വളരെ ആദരപൂർവം അടക്കണം എന്ന നിർബന്ധം എല്ലാ സമൂഹത്തിലും ഉണ്ട്. വളരെ ശ്രദ്ധാപൂർവമാണ് കുഴിയിലോട്ട് ഇറക്കുന്നത് പോലും. ഞങ്ങൾ ഇതിന് ധാരാളം കാര്യങ്ങൾക്ക് പോകുന്നതാണ്. ഒന്ന് തെറ്റിപ്പോകാതെ കൃത്യമായി ഒരു കേടും വരാതെ ഇറക്കണം, മണ്ണിട്ട് മൂടാനാണ്. എന്നിട്ട് കൂടി ശ്രദ്ധയോടുകൂടെയുള്ള നമ്മുടെ ഈ പ്രവൃത്തികളെല്ലാം ചൂണ്ടിക്കാട്ടുന്ന ഒരു വലിയ കാര്യമാണ്. അത് നാം മണ്ണിൽ വെക്കുന്ന ശരീരം ഇന്ന് അല്പസമയത്തിനുള്ളിൽ ഇത് മണ്ണിലേക്ക് പോവുകയാണ്. മണ്ണിൽ വെക്കുന്നെങ്കിലും ഇതൊന്ന് കൈമാറ്റം ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒരു ശരീരം കിട്ടാൻ വേണ്ടി അവിടെ കൊണ്ടുവെക്കുകയാണ്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വേറെ ഒന്നിനെയും അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം അവിടുത്തെ പരിശുദ്ധ കരം കൊണ്ടുണ്ടാക്കിയതാണ് മനുഷ്യൻ്റെ ശരീരം. അതുകൊണ്ട് ഈ ശരീരത്തിനും വളരെ പ്രാധാന്യമുള്ളതായി എല്ലാ മനുഷ്യരും കരുതുന്നു, കണക്കാക്കുന്നു. എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ തൽക്കാലം ബലഹീനതയുണ്ടായ ക്ഷീണിച്ച ഈ ശരീരത്തോട് നാം വിട പറയുന്നെങ്കിലും ഈ വിട എന്നത്തേക്കും പറയുന്ന വിടയല്ല എന്ന് നല്ലപോലെ അറിയാവുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ. അതുകൊണ്ടാണ് മരണസമയത്ത് മക്കളൊക്കെ സാക്ഷ്യം പറഞ്ഞെങ്കിലും ചെറിയ ഒരു മിങ്ങലൊക്കെ ചിലക്കുന്നുണ്ടായെന്ന് പറഞ്ഞാലും അവർ പൊട്ടിക്കരയാതെ ഈ വേദിയിൽ ശാന്തരായിട്ടിരിക്കാൻ കാരണം ഒരു കാര്യം നമുക്കറിയാം, എന്താണ് മരണത്തിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച്. ഞാൻ പറഞ്ഞാൽ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. വരാനുള്ള ലോകം ഭയങ്കര മഹത്വത്തിൻ്റെ ഒരു ലോകമാണ്.
എന്നെ ഈ മരണം കഴിഞ്ഞ ഉടൻ പാസ്റ്റർ യോഹന്നാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അപ്പച്ചൻ മഹത്വത്തിലേക്ക് പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. നിശ്ചയമായിട്ടും എനിക്ക് എടുത്തു പറയാനുള്ള വാക്കതാണ്. ആ ലോകം ഒരു ഭയങ്കര മഹത്വത്തിൻ്റെ ലോകമാണ്. നമ്മൾ താമസിക്കാൻ പോകുന്ന അസൽ ദൈവ പൈതൽ, നിത്യജീവൻ പ്രാപിച്ച ആളുകൾ പോയി താമസിക്കുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള വേദപുസ്തകത്തിന്റെ വിശദീകരണം, ധാരാളം വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒന്നാന്തരം വിശദീകരണങ്ങളാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു. അതിന്റെ ജ്യോതിസ് എന്തോ ഒരു ഭയങ്കര ജ്യോതിസാണ്, എന്തൊരു ഭയങ്കര വെളിച്ചമാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ലോകത്തിന്. ഇന്നത്തെ വലിയ വെളിച്ചമായി നാം കാണുന്ന സൂര്യനാണ്. പക്ഷേ സൂര്യന്റെ ശോഭ അതിന്റെ പരിയത്ത് വരില്ല. അത്ര ശോഭയുള്ള മിന്നുന്ന ഒരു ഭയങ്കര മഹത്വത്തിന്റെ ലോകത്തിലേക്കാണ് ദൈവത്തിന്റെ ജനം ചേർക്കപ്പെടാൻ പോകുന്നത്. ആ ലോകത്തിന് മഹത്വമുണ്ടെന്ന് മാത്രമല്ല, വിശുദ്ധ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്, ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം പറയുന്നു, ഒരു കൂട്ടരെ സംബന്ധിച്ച് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇവിടെ നമ്മൾ താമസിക്കുന്നെങ്കിലും ഇന്ത്യൻ പൗരത്വം നമുക്കുണ്ടെങ്കിലും നാം വേറൊരു പൗരത്വത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ പ്രവേശിച്ചു. അതിന് ബോധപൂർവമായി തീരുമാനമെടുത്തു. ആ നാടിന്റെ ഉടമസ്ഥനായ കർത്താവായ യേശുവിനോട് എന്നെ കൂടെ ആ നാട്ടിൽ ചേർക്കണം എന്നാവശ്യപ്പെട്ടു. ആ രാജ്യത്ത് പേരെഴുതാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ രാജ്യത്ത് പൗരത്വം സ്വീകരിച്ച ഈ ആളുകളെ സംബന്ധിച്ച് പറയുകയാണ്, അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും എന്ന്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ അവിടുത്തെ വലിയ മഹത്വം ആളുകൾ കണ്ടില്ല എന്നുള്ളത് ശരിയാണ്. സാധാരണക്കാരനെ പോലെയാണ് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിനെയും ജനം കണ്ടത്. പക്ഷെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത യേശുക്രിസ്തുവിനെ കണ്ട മനുഷ്യരുടെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു സെക്കൻഡ് നേരത്തേക്കാണ് ശൗൽ ഈ യേശുവിനെ ഒന്ന് കണ്ടത്. താൻ പറയുന്നത്, നട്ടുച്ചയ്ക്ക് സൂര്യന്റെ വെളിച്ചത്തെ കവിയുന്ന ഒരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. തന്റെ കണ്ണും പൊട്ടി താഴെ വീണു. യോഹന്നാൻ അപ്പോസ്തലൻ നേരത്തെ യേശുവിനെ നെഞ്ചോട് ചാരി ഇരുന്നിട്ടുള്ളവൻ, വലിയ അടുപ്പമുണ്ടായിരുന്നവൻ, പക്ഷേ അവിടുത്തെ മഹത്വത്തിന്റെ കാഴ്ച ഒന്ന് കണ്ടപ്പോ തന്റെ വിശദീകരണങ്ങൾ ഭയങ്കര വിശദീകരണങ്ങളാണ്. അവിടുത്തെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ, അവിടുത്തെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൊട്ടിന് സദൃശ്യം. അവിടുത്തെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവിടുത്തെ കാൽക്കൽ വീണു. എന്തോ ഒരു ഭയങ്കര പ്രഭയാണെന്നറിയാമോ? ആ പ്രഭ നോക്കാൻ ആർക്കും കഴിയില്ല. ഒരു സെക്കൻഡ് നേരത്തേക്ക് അടിച്ചപ്പോ ശൗലിന്റെ കണ്ണു പൊട്ടിപ്പോയി. അല്പം കാര്യമായി ഒന്ന് അടിച്ചപ്പോ മരിച്ചവനെ പോലെ ശ്വാസമില്ലാത്തവനായി യോഹന്നാൻ കിടക്കുന്ന കാഴ്ച. അത്ര ഭയങ്കര മഹത്വമാണ് അവിടത്തേക്ക്. വിശദീകരിക്കാൻ പറ്റില്ല. പ്രവചനത്തിന്റെ എല്ലാം കൂടെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞാൽ, ഇപ്പോഴത്തെ സൂര്യന്റെ 7 മടങ്ങ് വെളിച്ചം കാണും അന്നത്തെ സൂര്യൻ, വരാൻ പോകുന്ന സൂര്യന്. പക്ഷേ ഇന്നത്തെ സൂര്യന്റെ 7 മടങ്ങ് വെളിച്ചമുള്ള സൂര്യനേക്കാളും വെളിച്ചം പുനരുദ്ധാനം ചെയ്യുന്ന ദൈവമക്കൾക്കാവും. താൽക്കാലികമായി വിട പറയുന്ന കുടുംബാംഗങ്ങളെ ഒരുമിച്ച് കാണാൻ പോകുന്ന ദിവസത്തിന്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ. നാമും വിശ്വസ്തമായി ദൈവത്തെ സേവിച്ചാൽ നിശ്ചയമായും നമ്മുടെയും ശരീരം അവിടുത്തെ ശരീരത്തെ പോലെ രൂപാന്തരപ്പെട്ടവരായി, അല്ല അതിനു മുമ്പ് നാം ഈ ലോകത്തോട് വിട പറയുകയാണെങ്കിൽ ഭയങ്കര മഹത്വത്തിന്റെ ഒരു സംഗമമായിരിക്കും ആ ദിവസം എന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് ബലഹീനമായ, ക്ഷീണം ബാധിച്ച, ഞാൻ പറഞ്ഞതുപോലെ കുറെ ചുക്കിച്ചുളിഞ്ഞ ഈ ശരീരത്തിന് പകരം ഭയങ്കര മഹത്വത്തോടെ യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കാണാൻ വേണ്ടി വിട പറയുകയാണ് എന്നോർക്കുമ്പോൾ സന്തോഷമല്ലേ ഉണ്ടാവാൻ വഴിയുള്ളൂ. ഇവിടുത്തെ ലോകം നമുക്കെന്നും താമസിക്കാൻ പറ്റുന്നതല്ല. ഈ ശരീരം കൊണ്ട് നമുക്ക് നിത്യരാജ്യത്തിൽ പോകാൻ പറ്റില്ല. ഇത് ഭൂമിക്കുള്ള ശരീരമാണ്. ഈ ഭൂമിക്കുള്ള ശരീരം ഇവിടത്തേക്ക് ഭൂമിക്ക് കൊടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ മഹത്വത്തിന്റെ ഒരു ശരീരത്തോട് എഴുന്നള്ളാൻ പോവുകയാണ്.
എന്ന് മാത്രമല്ല, പ്രവചനത്തിന്റെ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞാൽ ആ ദിവസത്തിന്റെ മഹത്വം പറയുന്നത്, സിയോനിലേക്ക് കോടി കോടി ആളുകളുടെ ഒരു എഴുന്നള്ളത്ത്. അക്ഷരത്തിലുള്ള സിയോനല്ല, സ്വർഗീയമായ സന്നിധിയിലേക്കുള്ള എഴുന്നള്ളത്തിനെ കുറിച്ച് പറയുമ്പോൾ നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. നൃത്തത്തോടുകൂടെ, പാട്ടോടുകൂടി, എന്തോ ഒരു ഭയങ്കര ആഹ്ലാദത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ഭൂമിയെ വിട്ട് നിത്യരാജ്യത്തിലേക്ക് പോകുന്ന മഹത്വത്തിന്റെ ദിവസം ഓർത്ത്, അതിനല്ലേ ഈ പിതാവ് നേരത്തെ ജീവിച്ചിരുന്ന ജീവിത രീതികൾ വിട്ടിട്ട് മാനസാന്തരപ്പെടണം എന്ന കാര്യം തിരിച്ചറിഞ്ഞു. സ്നാനപ്പെടണം എന്ന ദൈവത്തിന്റെ വചനം തിരിച്ചറിഞ്ഞു. താൻ നേരത്തെ നിന്ന സഭയിൽ അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് ആ സഭയും വിട്ട്, ആ വിശ്വാസ സംഹിതകളും വിട്ട് ദൈവവചനത്തിന്റെ സത്യത്തിനായി ഇറങ്ങിത്തിരിച്ചു. ആത്മസ്നാനം പ്രാപിച്ചു. അന്യഭാഷയിൽ പാടുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു, രാത്രിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നൊക്കെയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞത് കേട്ടില്ലേ? ആ മഹത്വകരമായ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് പ്രാപിച്ച് നിത്യമായ രാജ്യത്തിന് വേണ്ടി കടന്നുപോയിരിക്കുന്നു എന്ന് നാം അറിയുന്നു. താമസിയാതെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ആകാശമേഘത്തിൽ വെളിപ്പെടും എന്നതൊരു സത്യമാണ്. സ്വർഗത്തിലേക്ക് പോയവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞവൻ അക്ഷരാർത്ഥത്തിൽ ഈ ആകാശമേഘങ്ങളെ കീറിമുറിച്ച് ഒരു ദിവസം വരാൻ പോവുകയാണ്. അവിടുത്തെ ആ വരവിന്റെ ദിവസം ക്രിസ്തുവിൽ മരിച്ചവർ, ഞാനീ പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിന്റെ ആത്മാവിനെ കൈക്കൊണ്ട ജനം ഒന്നാകെ മണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ദിവസം, ആ വലിയ ദിവസം ആകാംക്ഷയോടെ നമുക്ക് നോക്കി പാർക്കാം. പ്രിയരെ, ഇവിടുത്തെ ജീവിതം എന്ന് നിൽക്കില്ല എന്നറിയണം. വരാനുള്ള ആ രാജ്യം നോക്കാതെ ഇവിടുത്തെ മണ്ണിന് വേണ്ടി, ഇവിടുത്തെ പ്രസിദ്ധിക്ക് വേണ്ടി, ഇവിടുത്തെ പേരിന് വേണ്ടി ജീവിതം നശിപ്പിച്ചു കളയരുത്. ആ ദിവസം എന്തോ ഒരു ഭയങ്കര മഹത്വത്തിന്റെ ദിവസമായിരിക്കുമെന്നോ. ഇവിടെ ചെയ്തതിനെല്ലാം പ്രതിഫലം പ്രാപിക്കാനുള്ള ദിവസം. എന്തെല്ലാം അദ്ദേഹം ചെയ്തു എന്ന് പറയാൻ എനിക്കറിയില്ല, മക്കൾക്കറിയില്ല, കുടുംബാംഗങ്ങൾക്കറിയില്ല. പക്ഷെ ഒരു കാര്യമാണ് തിരുവെഴുത്ത് പറയുന്നത്, ഒരു ഗ്ലാസ് പച്ചവെള്ളം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നെയ്തെടുത്ത ഒരു വിശേഷ വസ്ത്രം അവർക്കുണ്ടാവും എന്നാണ് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടിയിട്ടുണ്ടെങ്കിൽ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്, നക്ഷത്രങ്ങളെപ്പോലെ എന്നും എന്നേക്കും അവർ പ്രകാശിക്കും എന്നാണ്. പ്രത്യേകമായി ഔട്ട്ഷൈൻ ചെയ്യുന്ന, പ്രത്യേകമായി എടുത്തു കാണത്തക്ക ശോഭയോടുകൂടി അങ്ങനെയുള്ളവരെ കാണാം. എന്ന് മാത്രമല്ല, ഈ 3 മക്കളെ ദൈവത്തിന്റെ വേലയ്ക്ക് കൊടുത്തില്ലേ? അവരുടെ വേല നിമിത്തം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടില്ലേ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഈ അപ്പനും അമ്മയും സമയം ചെലവഴിച്ചില്ലേ? അതിന്റെ ഒരു പങ്കും അവർക്കുണ്ടാവും. ആകയാൽ വലിയ ശോഭയുടെ ഒരു ദിവസം മുമ്പിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ വിട പറയാം. യേശു വരാൻ പോകുന്നു, നാം ഒരുമിച്ച് കാണാൻ പോകുന്നു. പിരിയാത്തവരായി എന്നും എന്നും കൂടെ താമസിക്കാൻ, നമ്മൾ ഒരുമിച്ച് താമസിക്കാൻ, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കർത്താവായ യേശുവിനോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്നവരെ, സ്വർഗരാജ്യത്തിന് അവകാശികളായി ആത്മീയ അനുഭവങ്ങൾക്ക് ഇന്നുവരെ തയ്യാറായിട്ടില്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, നിത്യത രണ്ടേ ഉള്ളൂ. ഒന്നുകിൽ യേശുവിന്റെ കൂടെ ഈ നല്ല ദേശം, അല്ലെങ്കിൽ തീപ്പൊയ്ക എന്ന് വേദപുസ്തകം വിശദീകരിക്കുന്ന നരകം. ആരും അതിൽ പോവല്ലേ? നല്ല രക്ഷയുടെ വചനം ഈ പിതാവ് ഈ നാട്ടിൽ ജീവിച്ചു കാണിച്ചു, ഈ മുഖത്തല ദേശത്ത് ജീവിച്ചു കാണിച്ചു. ദീർഘവർഷങ്ങളിലെ ആത്മീക പാരമ്പര്യം ഈ കുടുംബം വെച്ചു പുലർത്തി. ഈ മക്കളും ആ കുടുംബങ്ങളുമെല്ലാം ദൈവത്തെ സേവിക്കുന്നവരായി, ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായി നിലകൊള്ളുന്നു എന്നുള്ളത് അതിന്റെ സാക്ഷ്യവുമാണല്ലോ. നിങ്ങളെല്ലാവരെയും ദൈവത്തിന്റെ കൃപയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെ മേൽ വസിക്കട്ടെ. ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും കൂടെ ദൈവത്തിന്റെ കൃപ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ഭാര്യയെ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടി നടത്തേണ്ടതുകൊണ്ട് അതിനുവേണ്ടി പോകേണ്ടി വന്നു. എൻ്റെ കുടുംബത്തിൻ്റെയും വന്ദനങ്ങൾ, ദുഃഖങ്ങൾ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കൃപ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. തലവണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ശോഭയേറുമോർ നാടുണ്ടത് കാണാമേ
ദൂരവിശ്വാസത്താ താതൻ വാസനാമം കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമാം ഇല്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓ ഹല്ലേലൂയ. അമ്മച്ചി ഇരുന്നോട്ടെ. ദാറ്റ്സ് ഓക്കേ. അടികളുടെ പിതാവേ, കരുണയുള്ള അങ്ങയുടെ നാമനിമിത്തം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അങ്ങയെ സേവിക്കുവാനും അങ്ങയെ ശുശ്രൂഷിപ്പാനും അങ്ങയ്ക്ക് നന്ദി പറയാനും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, മരണത്തിന്റെ സമയത്തും അടക്കത്തിന്റെ സമയത്തും തിരുമേനിക്ക് സ്തോത്രം ചെയ്യാനും അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുവാനും അടിയങ്ങൾക്ക് മക്കൾ എന്ന നിലയിൽ നൽകിയ പദവിക്കായും അവകാശത്തിനായിട്ടും ഞങ്ങൾ ഇന്ന് അങ്ങയ്ക്ക് സ്തുതിയും ബഹുമാനവും അർപ്പിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, കഴിഞ്ഞ 88 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഞങ്ങളുടെ ഈ സഭയിൽ അനുഗ്രഹമായി നിലകൊണ്ട അങ്ങയുടെ ഈ ദാസൻ തന്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസമായി അനുഗ്രഹമായി നിലനിന്ന അങ്ങയുടെ ഈ ദാസൻ അങ്ങയുടെ വിളി കേട്ട് ബുധനാഴ്ച അങ്ങയുടെ അടുക്കിലേക്ക് വന്നു. നിന്റെ ദാസനെ അങ്ങ് വിശ്രാമത്തിലേക്ക് കൈക്കൊണ്ടു, മഹത്വത്തിലേക്ക് സ്വീകരിച്ചു. അതിനായിട്ട് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഭൂമിയിലെ കഷ്ടത്തിന്റെ ജീവിതം നിന്റെ ദാസനിൽ നീക്കി ഈ ഭൂമിയിൽ നൽകിയ എല്ലാ കാലങ്ങൾക്കായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അതിനേക്കാൾ മെച്ചമായ അങ്ങയുടെ നാട്ടിലേക്ക് അവിടുന്ന് സ്വീകരിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദാസൻ ഈ സഭയ്ക്ക് വേണ്ടിയും ദൈവരാജ്യത്തിന് വേണ്ടിയും ചെയ്ത എല്ലാ കാര്യങ്ങളും നിമിത്തം ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. നിന്റെ ദാസൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും ഓർത്തും ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിന്റെ ഈ ദാസന്റെ കുടുംബത്തെ ഒരുക്കാൻ ഈ ദാസന് കൃപ കൊടുത്തല്ലോ. മക്കളെ ദൈവഭക്തിയിൽ വളർത്താൻ നിന്റെ ദാസനും ദാസിക്കും കൃപ കൊടുത്തല്ലോ. അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി മക്കളെ വിടുവാനുള്ള അനുഗ്രഹവും ഈ കുടുംബത്തിന് അങ്ങ് നൽകിയതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അങ്ങയുടെ ദാസൻ വിശ്രാമത്തിലായിരിക്കുന്നുവെങ്കിലും ഈ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അങ്ങയുടെ ദാസിയെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദീർഘവർഷങ്ങളിലെ കുടുംബജീവിതം വിട്ടിട്ട് ഈ ദാസൻ കടന്നു പോയിരിക്കുന്നല്ലോ. ഞങ്ങളുടെ ഈ മാതാവിനെ തൃക്കരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആശ്വാസത്തിന്റെ കർത്താവേ, ധൈര്യത്തിന്റെ കർത്താവേ, അങ്ങയുടെ നാമം ഇന്ന് വിശേഷാൽ അങ്ങയുടെ ഈ ദാസിയുടെ മേൽ വരണമേ. പ്രത്യേക സന്തോഷവും ആത്മാവിലെ ബലവും അവിടുത്തെ ദാസി കൊടുക്കണമേ. ഈ ദുഃഖം താങ്ങുവാൻ ആവശ്യമായ ബലവും ശക്തിയും ഉയരത്തിൽ നിന്ന് പകരണമേ. ധൈര്യവും പ്രത്യാശയും നൽകി അങ്ങയുടെ ദാസിയെ കാക്കണമേ. ശരീരം വാർദ്ധക്യമാണെങ്കിലും ബലത്തോടെ സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള നാളുകളിലും അങ്ങയുടെ കൃപ നൽകണമേ. നിന്റെ ഈ ദാസന്റെ 2 മക്കളെ ഓർത്തും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു.
അവർക്ക് ഈ ചടങ്ങുകളിൽ സംബന്ധിപ്പാൻ നൽകിയ അവസരത്തിനായും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവർക്ക് കൃപ കൊടുക്കണമേ. പെൺമക്കൾ 4 പേരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും മക്കളെ ഓർത്തും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ഇന്നേ ദിവസത്തിലെ ഈ വിയോഗത്തിൽ സന്തോഷത്തോടെ ധൈര്യത്തോടെ ഇതിനെ അഭിമുഖീകരിപ്പാൻ കൃപയും അനുഗ്രഹം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ആശ്വാസം എല്ലാ ബുദ്ധിയെയും കവിയുന്നതാണല്ലോ. ആ ആശ്വാസം കൊണ്ട് എല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെയും ഒരുക്കണമേ. അങ്ങയുടെ രാജ്യത്തിൽ മഹത്വത്തോടെ കാണപ്പെടുവാൻ ഞങ്ങളെയും വിശുദ്ധീകരിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷകൾ വന്ന് സംബന്ധിച്ചവർ ആരും കർത്താവെ പാതാളത്തിന് ഇരകളായിത്തീരാതെ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ വരവ് അടുത്തിരിക്കുകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വേഗം വരേണമേ. ഞങ്ങളെയും കൂടി അങ്ങയുടെ അടുക്കൽ കൊണ്ടുപോകണമേ. അങ്ങയുടെ രാജ്യം മഹത്വത്തിന്റെ രാജ്യമാണ്. അവിടുത്തെ ജീവിതം മുഴുവൻ മഹത്വത്തിന്റെ ജീവിതമാണ്. ഞങ്ങളത് കൊതിക്കുന്നു. അതിനായി ആകാംക്ഷയോടെ നോക്കി പാർക്കുന്നു. ഈ ഭൂമിയിൽ കർത്താവെ, അങ്ങയുടെ ഭക്തന്മാർക്ക് ആശിപ്പാൻ ഒന്നുമില്ല. അങ്ങയുടെ രാജ്യം നല്ല രാജ്യം. അതിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ രാജ്യം വേഗം വരേണമേ. അതിനായി ഞങ്ങളെ ഒരുക്കി തിരുമുൻപാകെ കാത്തുകൊള്ളണമേ. ബാക്കിയുള്ള ശുശ്രൂഷകൾ സഹായം തരണമേ. കർത്താവെ, ഈ ശരീരത്തോട് ഇവിടെ വെച്ച് ഇവിടെ പറയുന്ന ഈ സമയത്തും നിന്റെ മക്കൾക്ക് ധൈര്യവും അനുഗ്രഹവും കൊടുത്ത് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുത്തിക്കൊള്ളണമേ. ശുശ്രൂഷകൾക്ക് അങ്ങയുടെ ദാസന്മാർക്ക് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം കൊടുക്കുവാൻ പാസ്റ്റർ ഫിലിപ്പ് ചാക്കോയ്ക്കും കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസന്മാരെയും ജനത്തെയും കൊണ്ടുവന്നല്ലോ. എല്ലാവരെയും അനുഗ്രഹിച്ച് കൃപ പകരണമേ. എല്ലാ പുകഴ്ചയും ഞങ്ങൾ അങ്ങയ്ക്ക് തരുന്നു. ഈ കുടുംബത്തിന് ശുശ്രൂഷ ചെയ്തിട്ടുള്ള എല്ലാ ദൈവദാസന്മാർക്കായും ഇവിടെ ശുശ്രൂഷിച്ച പാസ്റ്റർമാർക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നിറവിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും നാം എല്ലാവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. തുടർന്ന് പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനത്തിനുള്ള സമയമാണ്. ശാന്തമായിട്ട് അത് നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നേരെ പടിഞ്ഞാറോട്ട് ഒരു 3/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ സെമിത്തേരി. അവിടേക്ക് പോകാൻ ഒരു വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആമേൻ അവരുടെ വാഹനങ്ങളിലും വന്നു ചേരുവാനായിട്ടും അറിയിക്കുന്നു. അന്ത്യചുംബനം നൽകുവാനായിട്ട് വേഗം ഇവിടുന്ന് യാത്ര ഏറ്റവും മുൻപിൽ ഒന്നും അറിയത്തില്ല. പിന്നെ പുള്ളി 20 രൂപ സാറേ പറഞ്ഞേക്കുന്നത്. ഞാൻ വിളിക്കാം.
ഓർ നോക്കും ചിലപ്പോൾ അവിടെ റേഞ്ച് അനുസരിച്ച്